എന്താടാ, എന്താ നീ ഇത്ര ആലോചനയിൽ? സ്റ്റുഡിയോയിലെത്തിയ പീറ്ററോടുള്ള മഞ്ജുവിൻ്റെ ചോദ്യം അവനെ ആലോചനയിൽ നിന്നുണർത്തി. എടാ, നാളെ കഴിഞ്ഞ് ഞാൻ ഡൽഹിക്ക് പോവുക. നിന്റെ വളിപ്പടിച്ച മോന്ത കാണിച്ചാണോ എന്നെ യാത്ര അയക്കാൻ പോകുന്നേ? മഞ്ജു പരിതപിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല മഞ്ജു. നിനക്ക് വെറുതെ തോന്നുന്നതാ ഇതൊക്കെ. ഐ ആം കൂൾ. പീറ്റർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഓ പിന്നെ, കൂൾ. കയ്യിലെ വാട്ടർ ബോട്ടിൽ വായിൽ കമഴ്ത്തി വലിയൊരു കവിൾ വെള്ളം ഇറക്കിയതിന് ശേഷം മഞ്ജു ചോദിച്ചു. എന്നിട്ടെന്താ നിന്റെ മോന്തയ്ക്കൊരു തെളിച്ചമില്ലാത്തെ? അങ്ങനെയൊന്നുമില്ല മഞ്ജു. ഞാൻ നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. പീറ്റർ പറഞ്ഞതും അതെന്നെക്കുറിച്ചാണോ പീറ്റർ എന്ന ചോദ്യം ഉയർന്നതും ഒരുമിച്ചായിരുന്നു. അപരിചിതമായ ശബ്ദം കേട്ടിടത്തേക്ക് മഞ്ജുവടക്കം എല്ലാവരുടെയും കണ്ണുകൾ പാഞ്ഞു. എന്നാൽ പീറ്ററിൻ്റെ കണ്ണുകൾക്ക് പകരം ചെവികൾ ആ വ്യക്തിയെ തിരിച്ചറിയുകയായിരുന്നു. ദിവ. ശബ്ദത്തിൻ്റെ ഉടമയെ മനസ്സിലായെന്ന മട്ടിൽ പീറ്റർ പിറുപിറുത്തു. അവൻ്റെ ധാരണയും ഊഹവും തെറ്റിയില്ല. കുറച്ചു മുന്നേ ഫ്ലാറ്റിലെത്തി തൻ്റെ അമ്മയെ പാട്ടിലാക്കിയ അതേ ദിവ തന്നെയായിരുന്നു അത്. ബ്ലാക്ക് ബാൻഡേജ് ഡ്രസ്സിൽ വരുന്ന ദിവയെ കണ്ട് ജീൻസും ഷർട്ടും ധരിച്ചിരിക്കുന്ന മഞ്ജു അറിയാതെ വാ പൊളിച്ചു. മാനേജർ കേശവ് തൊണ്ടയിലെ വെള്ളമിറക്കി. മുകേഷിൻ്റെ കണ്ണുകൾ താഴേക്ക് പതിക്കാൻ പാകത്തിൽ പുറത്തേക്ക് നന്നായി തള്ളി. എല്ലാവരെയും ആശ്ചര്യത്തിൻ്റെ സൂചി മുനയിൽ നിർത്തി ദിവ മന്ദം മന്ദം പീറ്ററിലേക്ക് ചുവടുകൾ വെച്ചു. ഇതേതാടാ ഈ മദാലസ? അടയ്ക്കാൻ കഴിയാതെ മഞ്ജു സ്വകാര്യത്തിൽ ചോദിച്ചു. അത് ഞാൻ പറയാം മഞ്ജു. എൻ്റെ പേര് ദിവ. ഈ നിൽക്കുന്ന പീറ്ററിൻ്റെ പുതിയ സുഹൃത്ത്. പീറ്ററിനെ നോക്കി ദിവ മഞ്ജുവിനോട് പറഞ്ഞു. പുതിയ ഫ്രണ്ടോ? വിശ്വസിക്കാനാവാതെ മുഖം കോടി മഞ്ജു പീറ്ററിനെ നോക്കി. നാവും വാക്കുകളും പരസ്പരം അകന്നു നിൽക്കുന്നതിനാൽ തല കുനിച്ച് ഒന്ന് മൂളാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. ആ മൂളലിൽ അതേ എന്ന അർത്ഥം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും മഞ്ജുവിൻ്റെ മുഖത്ത് അവിശ്വാസം നിഴലിച്ചു. എന്നിട്ടെന്തേ നീ ഇതെന്നോട് പറയാതിരുന്നേ? നിനക്ക് പുതിയ ഫ്രണ്ടിനെ കിട്ടിയ വിവരം അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ? അതോ എന്നോട് അത്രയൊക്കെ ബന്ധമുള്ളോ നിനക്ക്? മഞ്ജുവിൻ്റെ വാക്കുകൾ ഇടറി. അല്ല മഞ്ജു, അങ്ങനെയല്ല. ഈ ദിവയെ ഞാൻ പരിചയപ്പെട്ടിട്ട് അധികം നാളൊന്നും ആയില്ല. കടവിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടതും പരിചയപ്പെട്ടതും. അത് നിന്നോട് പറയാനിരുന്നതാ ഞാൻ. പക്ഷെ നിന്റെ ഡൽഹിയിലേക്കുള്ള പോക്കിനെ ഈ വിഷയം ബാധിക്കുമോ എന്ന് ഞാൻ ഭയന്നു, പീറ്റർ പറഞ്ഞു. എന്നിട്ടിപ്പോഴോ? ഇപ്പോൾ ഈ കുട്ടി നിരീക്കാതെ ഇങ്ങോട്ട് കയറി വന്നതിലും നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞതിലും നീ അത് അംഗീകരിച്ചതിലും ശരിക്കും ഞാൻ വണ്ടടിച്ചില്ലേ? ഇപ്പോഴും ഞാൻ ഡൽഹിക്ക് പോകാതെ ഇവിടെ തന്നെ ഇല്ലേ? മഞ്ജുവിൻ്റെ ശബ്ദമുയർന്നു. ബിലീവ് മീ മഞ്ജു, മനഃപൂർവ്വം ഞാൻ നിന്നോട് ഒന്നും ഒളിച്ചിട്ടില്ല. ഐ സ്വെയർ. സ്റ്റുഡിയോ കുലുങ്ങുമാറ് പീറ്ററിൻ്റെ ശബ്ദം കനത്തു. ഇല്ല പീറ്റർ, നീ എന്തൊക്കെയോ എന്നോട് ഒളിക്കുന്നുണ്ട്. നീ ഈ പറഞ്ഞതും കാണിക്കുന്നതും ഒന്നും സത്യമല്ല. അതുകൊണ്ടാണ് നിന്റെ ഒച്ച ഇത്രയും കനത്തത്. ഇതെനിക്ക് ആദ്യത്തെ അനുഭവമാണ് പീറ്റർ. അത്രയേ പറയാൻ അവൾക്ക് സാധിച്ചുള്ളൂ. സ്റ്റുഡിയോയിലെ കഫറ്റീരിയയിലേക്ക് മഞ്ജു വെപ്രാളത്തിൽ നടന്നു. മഞ്ജു, മഞ്ജു! പീറ്റർ വിളിച്ചു നോക്കി. കേട്ട ഭാവം കാണിക്കാതെ അവൾ നടന്നകുന്നു. ദിവ നിൽക്കുന്ന ദിശ അറിയാതെ പീറ്റർ കൈകൂപ്പി. മാനേജർ കേശുവിൻ്റെ നേർക്കായിരുന്നു ആ കൂപ്പ് കൈ. പ്ലീസ് ഒന്ന് പോകൂ. എനിക്ക് ആകെയുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ് ഇപ്പോൾ വിഷമത്തിൽ പോയത്. അവളെ സങ്കടത്തിലാക്കാൻ എനിക്കാവില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പീറ്റർ കരച്ചിലിൻ്റെ വക്കോളം എത്തി. ഇവനിതെന്നാത്തിനാ എന്നോട് കൈകൂപ്പി പറയുന്നേ? ഞാൻ എങ്ങോട്ട് പോകാൻ? മാനേജർ കേശവ് വാ പൊളിച്ചു. എന്നാൽ അത് തനിക്ക് നേരെയുള്ള അപേക്ഷയാണെന്ന് ദിവ മനസ്സിലാക്കി. പീറ്ററിനോട് മറ്റൊന്നും ഉരിയാടാതെ അവൾ തിരിഞ്ഞു നടന്നു. ഹായ്, ഐ ആം കേശവ്. ഈ സ്റ്റുഡിയോയിലെ മാനേജറാണ്. കേശവ് തൻ്റെ കോഴിത്തരം ദിവയോട് ഇറക്കാനൊന്ന് ശ്രമിച്ചു. അതിന് മറുപടിയായി ദിവ തൻ്റെ ജ്വലിച്ച കണ്ണുകളോടെ കേശുവിനെ ഒന്ന് നോക്കിയതേയുള്ളൂ. പേടിച്ചരണ്ട് അയാൾ പിന്നിലെ മേശയിൽ ഇടിച്ചു നിന്നു. ഇതെന്ത് സാധനം? അയാൾ ഭീതിയോടെ ചിന്തിച്ചു നിൽക്കെ ദിവ സ്റ്റുഡിയോയ്ക്ക് വെളിയിലിറങ്ങി നടന്നകലുകയായിരുന്നു. കർത്താവേ, ഇടിമണലിൽ നിന്നും ഇടിമണലിലേക്ക് തന്നെയാണല്ലോ എൻ്റെ പോക്ക്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കോ എന്തോ. മഞ്ജുവിനെ തിരക്കി പീറ്റർ കഫറ്റീരിയയിലേക്ക് നടന്നു. കസേരയിൽ ചാരി ആലോചനയിൽ ഇരിക്കുകയായിരുന്നു അവൾ. മഞ്ജു, മഞ്ജു! അവൻ വിളിച്ചു നോക്കി. അവൾ മൂളി. മഞ്ജു, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. ഞാൻ നിന്നോട് ദിവയെക്കുറിച്ചുള്ള കാര്യം മറച്ചു വെക്കരുതായിരുന്നു. നീ മറച്ചു വെക്കോ, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ പീറ്റർ. ഞാൻ നിനക്ക് ആരുമല്ലല്ലോ. അരിശം പൂണ്ട് അവൾ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ മഞ്ജു.
പീറ്റർ ചലിച്ചതും മുന്നിൽ കസേരയുള്ളതറിയാതെ തട്ടിത്തടഞ്ഞ് അവൻ താഴേക്ക് പതിച്ചു. അയ്യോ പീറ്റർ! മഞ്ജു ഓടി വന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വല്ലതും പറ്റിയോ നിനക്ക്? അവൾ ചോദിച്ചു. ഏയ് ഇല്ല, ഈ വീഴ്ചയൊക്കെ എനിക്ക് സാധാരണയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിന്റെ പിണക്കമാണ് എന്നെ വേദനിപ്പിക്കുന്നത്. അത് പിന്നെ നീ ഇതൊക്കെ പറയാതിരുന്നാൽ ആർക്കായാലും വിഷമം വരില്ലേ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ നീ. നീ ഇങ്ങനെ കാണിച്ചാൽ? മഞ്ജു ചിണുങ്ങി. അങ്ങനെയൊന്നുമില്ല മഞ്ജു. ആ വന്നവളോട് കുറച്ച് നാളത്തെ പരിചയമേ എനിക്കുള്ളൂ, കടവിൽ വെച്ചുള്ള പരിചയം. അതിനിടയിൽ എൻ്റെ ഫ്ലാറ്റും ജോബും ഒക്കെ അവളോട് പറഞ്ഞു പോയി. എന്നെ ഒന്ന് ഞെട്ടിക്കാൻ അവൾ ഫ്ലാറ്റിലും വന്നിരുന്നു. പക്ഷെ ഞെട്ടിയത് അമ്മച്ചിയും ഇപ്പോൾ നീയുമാണ്, പീറ്റർ പറഞ്ഞു. പോടാ അവിടുന്ന്. പീറ്ററിൻ്റെ തോളിലിടിച്ച് മഞ്ജു പൊട്ടിച്ചിരിച്ചു. ഹാവൂ, നിന്റെ പിണക്കം മാറിയല്ലോ, അത് മതി. മഞ്ജു മൂളി. അന്ന് വൈകുന്നേരം അമ്മിണിക്കടവിൽ പോവാതിരിക്കാൻ അവനായില്ല. ഗിറ്റാർ കയ്യിലേന്തി അവൻ ചെന്നു, ദിവയെ അന്വേഷിച്ച്. കുറച്ചൽപ്പം സമയം കഴിഞ്ഞതും ദിവ അവിടെ എത്തി. നീ വന്നോ? അവിടെ നിന്ന് മാട്ടി ഓടിച്ചാണല്ലോ എന്നെ. ഇപ്പോഴെന്ത് പറ്റി? പീറ്റർ ഒന്ന് പുഞ്ചിരിച്ചു. എന്താ നീ പുഞ്ചിരിക്കുന്നത്? ദിവ ചോദിച്ചു. എൻ്റെ വിധിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ പുഞ്ചിരിച്ചതാണ്, പീറ്റർ പറഞ്ഞു. എന്തു പറ്റി നിന്റെ വിധിക്ക്? ഇനി എന്ത് പറ്റാൻ? മുൻപരിചയം പോലും ഇല്ലാത്ത ദിവയോട് ഞാൻ ഇത്രയൊക്കെ അടുത്തത് വിധിയുടെ കളികളല്ലേ ദിവ? അതിനിടയിൽ കരാറും മറ്റുമൊക്കെയായി വിധി കൂടുതൽ സങ്കീർണമായി. തുടർന്ന് ദിവ്യയുടെ രൂപമാറ്റവും. വീണ്ടും പീറ്റർ മന്ദഹസിച്ചു. ആ മന്ദഹാസത്തിൽ അല്പം പുച്ഛം കലർന്നിരുന്നു. ഞാൻ ഇപ്പോഴും സ്വപ്നലോകത്ത് തന്നെയാണോ? ഇതുവരെ ഞാൻ ഉറക്കം ഉണർന്നിട്ടില്ലേ? ഈ നടക്കുന്നതൊക്കെ ഒരു ഫാൻറ്റസി ഡ്രീമാണോ? പീറ്റർ ചോദിച്ചു. അറിയില്ല എനിക്ക്. എൻ്റെ ശരീരം നോവുന്നതിലൂടെ ഞാൻ സ്വപ്നലോകത്തൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും എൻ്റെ ചിന്തകൾ ഭ്രാന്തിലേക്ക് വഴുതി വീഴുകയാണോ എന്നൊരു തോന്നലുമുണ്ട് എനിക്ക്. അതെന്താ അങ്ങനെ തോന്നാൻ? ദിവ ചോദിച്ചു. കാരണം ദിവ ഒരു മനുഷ്യജന്മമല്ല. ദിവയിലേക്കുള്ള എൻ്റെ വേറിട്ട ചിന്തയും മോഹങ്ങളും മറ്റു മനുഷ്യരിൽ നിന്നും എന്നെ വ്യത്യസ്തനാക്കുന്നു. മുന്നോട്ട് തിരിഞ്ഞിരിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ പിന്നോക്കം തിരിഞ്ഞിരിക്കുന്നവനാരോ അവനെ ജനം ഭ്രാന്തനെന്ന് വിളിച്ചു. എന്നാൽ അവൻ്റെ ചിന്തയെയും ആലോചനയെയും ഊഹങ്ങളെയും തേടിപ്പോകാൻ അവർക്ക് സമയമില്ലതാനും, പീറ്റർ പറഞ്ഞു. നീ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ആട്ടെ, ഞാൻ മനുഷ്യജന്മമല്ല എന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? ദിവ ചോദിച്ചു. കാരണം ഞാനൊരു മനുഷ്യജന്മമായതുകൊണ്ട്. ഞാൻ എന്ന മനുഷ്യജന്മത്തിന് ഒരിക്കലും രൂപമാറ്റം നടത്താൻ കഴിയില്ല എന്നുറപ്പുള്ളതുകൊണ്ട്. ദിവ്യയോട് ഉത്തരം തൊടുത്തുവിട്ട് പീറ്റർ അവളുടെ മുഖത്ത് കൈ ചലിപ്പിച്ചു. ഒന്നും മനസ്സിലാവാതെ ദിവ അനങ്ങാതെ ഇരുന്നു. അവളുടെ മുടിയിലും കണ്ണുകളിലും കവിളിലും ചുണ്ടിലുമൊക്കെ അവൻ കൈകൊണ്ട് ചലിച്ചു നോക്കി. എന്തുപറ്റി? മനസ്സിലാവാതെ അവൾ ചോദിച്ചു. ഒന്നുമില്ല, അമ്മച്ചിയും മഞ്ജുവും പറഞ്ഞതുപോലെ ദിവ സുന്ദരിയാണോ എന്ന് ഞാൻ നോക്കിയതാ. പീറ്ററിൻ്റെ വർത്തമാനത്തിൽ ദിവയ്ക്ക് ചിരി പൊട്ടി. എന്നിട്ട് എന്തു തോന്നി? അവർ പറഞ്ഞത് സത്യമാണെന്ന് തോന്നി. അവൻ നെടുവേർപ്പെട്ടു. ആട്ടെ, ഭ്രാന്തിൻ്റെ അവസ്ഥയെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടോ നിനക്ക്? അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്. ഞാനൊരു കഥ പറയട്ടെ ദിവ? ആഹാ, നീ കഥയൊക്കെ പറയുമോ? ഏയ് ഇല്ല, കഥകൾ കേൾക്കാനാണ് എനിക്കിഷ്ടം. ഒരിക്കൽ എനിക്ക് മഞ്ജു പറഞ്ഞു തന്ന ഒരു കഥയുണ്ട്, പൗലോ കൊയ്ലോയുടെ കഥ. പറയൂ, കേൾക്കട്ടെ. ഭ്രാന്തിനെ ആസ്പദമാക്കിയുള്ള കഥയാണത്. ലോകത്തിൻ്റെ തലതിരിവിനെ ആക്ഷേപിക്കുന്ന കഥ. ഒരു നാട്ടിൽ വലിയൊരു കിണറുണ്ടായിരുന്നു. അന്നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കുടിക്കാൻ ഉൾപ്പെടെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ആശ്രയിച്ചിരുന്നത് ഒരിക്കലും വറ്റാത്ത ഈ കിണറിനെ മാത്രമായിരുന്നു. ഒരിക്കൽ അന്യനാട്ടിൽ നിന്നും ഈ നാട്ടിലെത്തിയ ഒരു ചാരൻ ഈ കിണറ്റിലേക്ക് ഒരുതരം പൊടി ഇട്ടുകൊടുത്തു. ഭ്രാന്തില്ലാത്തവർക്ക് ഭ്രാന്ത് വരാൻ തക്ക ശക്തിയുള്ള പ്രത്യേകതരം പൊടിയായിരുന്നു അത്. ജനങ്ങൾ ആ കിണറിലെ വെള്ളം കുടിച്ചതോടെ അവർ ഓരോരുത്തരായി ഭ്രാന്തരായി മാറാൻ തുടങ്ങി. എന്നാൽ നാട്ടിലെ രാജാവിനും കുടുംബത്തിനും ഭ്രാന്ത് പിടിച്ചില്ല. കാരണം രാജകൊട്ടാരത്തിലെ മറ്റൊരു കിണർ വെള്ളമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. പ്രജകളിലെ പെട്ടെന്നുള്ള വിപരീത സ്വഭാവം അറിയാനിടയായ രാജാവ് ചിന്താക്കുഴപ്പത്തിലായി. മഹാരാജാവിൻ്റെ പുതിയ കൽപ്പനകളും നിയമങ്ങളും കേട്ട പ്രജകൾ രാജാവിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. രാജാവിനെതിരെ അവർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. തങ്ങളുടെ മഹാരാജാവ് ഭ്രാന്തിന് അടിമപ്പെട്ടെന്ന് അവർ വിശ്വസിക്കുകയും രാജാവ് സിംഹാസനം ഒഴിയണമെന്നവർ വാദിക്കുകയും ചെയ്തതോടെ എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമത്തിലായി. ഒടുവിൽ മഹാറാണി രാജാവിനെ ഉപദേശിച്ചു. നാട്ടിലെ ആ വലിയ കിണറിൽ നിന്നും അങ്ങുൾപ്പെടെ നമ്മളെല്ലാവരും ആ വെള്ളം കുടിക്കണം. അങ്ങനെ ചെയ്താൽ പ്രജകളെ പോലെ നമ്മളും ഭ്രാന്തന്മാരാവും.
ഒരു നാട്ടിലെ രാജാവും പ്രജകളും ഭ്രാന്തന്മാരായാൽ പിന്നെ അവിടെ ഭ്രാന്തില്ല. വിപരീത സ്വഭാവമുള്ള ജനങ്ങൾക്കിടയിൽ വിപരീതമായി തന്നെ നിന്നാലേ രാജാവിന് നിലനിൽപ്പുണ്ടാവൂ. അതുകൊണ്ട് അങ്ങും ആ വെള്ളം കുടിക്കണം. പ്രജകളെ പോലെ അങ്ങും ഒരു ഭ്രാന്തൻ ചിന്താഗതിക്കാരനായി മാറിയാൽ പിന്നെ അവരെല്ലാം അങ്ങയെ വാഴ്ത്തും. അങ്ങയുടെ ഭ്രാന്തൻ നടപടികളെ അവർ പുകഴ്ത്തും. അങ്ങയുടെ സിംഹാസനത്തിനൊരു ക്ഷതവും സംഭവിക്കുകയില്ല. മഹാറാണിയുടെ ഉപദേശം നല്ലതാണെന്ന് മനസ്സിലാക്കിയ രാജാവ് ആ കിണറിൽ നിന്നും വെള്ളം കുടിക്കുകയും തുടർന്ന് അദ്ദേഹവും കുടുംബവും ഭ്രാന്തരായി മാറുകയുമായിരുന്നു. ഭ്രാന്തില്ലാത്ത ഭ്രാന്തൻ. കഥ ഒന്ന് നിർത്തിയിട്ട് പീറ്റർ തുടർന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്കാണോ ഭ്രാന്ത്, അതോ എനിക്ക് ചുറ്റുമുള്ള ജനങ്ങൾക്കോ? അതെന്താ? ദിവ ചോദിച്ചു. എനിക്ക് മാത്രമാണല്ലോ ഈ ഒരവസ്ഥ, അതുകൊണ്ട് പറഞ്ഞതാ. ഒന്ന് നെടുവേർപ്പിട്ടിട്ട് പീറ്റർ പറഞ്ഞു. ശേഷം ഗിറ്റാർ കയ്യിലെടുത്ത് അവൻ പാടാൻ തുടങ്ങി. പീറ്ററിൻ്റെ മധുരമൂർന്ന ശബ്ദത്തിലും ഇമ്പമാർന്ന ഗിറ്റാർ വായനയിലും ലയിച്ച് ദിവയിരുന്നു. അവനിൽ നിന്നും മിഴികളെടുക്കാതെ മറ്റേതോ ലോകത്തായിരുന്നു അവൾ. അല്പനേരം കഴിഞ്ഞതും പീറ്റർ ആലാപനം നിർത്തി. ഇപ്പോൾ എനിക്ക് മനസ്സിന് അല്പം സമാധാനം കിട്ടുന്നുണ്ട്. ഉള്ളിൽ എവിടെയോ തണുത്ത കാറ്റ് വീശും പോലെ, അവൻ പറഞ്ഞു. അതെന്താ? ദിവ ചോദിച്ചു. നുണക്കഥയാണെങ്കിലും ഞാൻ ദിവയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അമ്മച്ചിയും മഞ്ജുവും വിശ്വസിച്ചല്ലോ. എൻ്റെ പെട്ടെന്നുള്ള സ്വഭാവമാറ്റത്തെ അറിയാനുള്ള അവരുടെയൊക്കെ വെമ്പൽ നിന്നല്ലോ. എനിക്കത് മതി. ദിവ മൂളി. പക്ഷെ ആദ്യമായാണ് അമ്മച്ചിയോട് ഞാൻ നുണ പറയുന്നത്. അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു ദിവ. അവൾ ഒന്ന് മന്ദഹസിച്ചു. പീറ്റർ, ചില സമയങ്ങളിൽ സത്യം നമുക്ക് തരുന്നതിനേക്കാൾ പവറും ആശ്വാസവും ഒരു നുണയ്ക്ക് തരാൻ കഴിയും. കള്ളത്തരത്തിൻ്റെ തേൻ രുചിയെ ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞയാൾ പിന്നെ കൈപ്പേറിയ സത്യത്തെ തിരഞ്ഞു പോകില്ല. ഇല്ല ദിവ, അങ്ങനെയല്ല. നുണയുടെയും കള്ളത്തരത്തിൻ്റെയും ഇരട്ടി മധുരം സത്യത്തെ കയ്പാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ ആദ്യ കയ്പ് മാത്രമാണത്. പിന്നീട് അത് നമുക്ക് നുകർന്നു തരുന്നത് മറക്കാനാവാത്ത മധുരമാണ്. ആ മധുരം ഒരിക്കലും ഇരട്ടി മധുരം പോലെ മടുപ്പുളവാക്കുന്നതല്ല. എത്ര കിട്ടിയാലും അതിവരാത്ത ഇളം മധുരമാണത്. ശരിയായിരിക്കാം. പക്ഷെ നുണകൾ കൊണ്ട് മാത്രമേ ഒരുവന് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്താൻ സാധിക്കൂ, ദിവ വാദിച്ചു. ആയിരിക്കാം. പക്ഷേ മനുഷ്യ ജീവിതം എന്നത് സാമ്രാജ്യം പണിതുയർത്തുന്നവൻ എന്നൊരർത്ഥം മാത്രമല്ല ഉള്ളത്. അതിനേക്കാൾ വലിയ കാര്യമാണ് ഒരുവൻ മറ്റൊരുവൻ്റെ ഹൃദയത്തിൽ കയറുക എന്നത്. സത്യസന്ധത കൊണ്ടും നന്മ കൊണ്ടും ഒരുവൻ മറ്റൊരുവൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടിയാൽ അതാണവൻ്റെ ഏറ്റവും വലിയ സാമ്രാജ്യം. പിന്നെ അവനെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. പീറ്ററും വിട്ടുകൊടുത്തില്ല. പക്ഷേ ദിവയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ദിവ നുണയെ പിന്തുണച്ച് എത്രയൊക്കെ വാദിച്ചിട്ടും അതിനെ പുഞ്ചിരി തൂകി സുഖശീതളമായി തന്നെ പീറ്റർ മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. പീറ്റർ, വാദത്തിൽ താൻ ജയിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ദിവ അലറി വിളിച്ചു. നീ അതിര് കടക്കുന്നു, അവൾ ഗർജിച്ചു. ആ ഗർജനത്തിൻ്റെ കൊടുമ്പിരിയിൽ പീറ്റർ മിണ്ടാതെയിരുന്നു. നമ്മൾ തമ്മിലുള്ള കരാറിൻ്റെ കാര്യം മറന്ന് നീ എന്നോട് സംസാരിക്കരുത്. അല്പമായമുണ്ടെന്ന് കരുതി കരാർ തന്നെയാണ്. ദിവയുടെ ആക്രോശം. പിന്നെ പീറ്റർ മൗനത്തിൽ തന്നെയായിരുന്നു. വാഗ്വാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നീ അത് മറന്നു പോകുന്നു, ജ്വലിച്ച കണ്ണുകളോടെ ദിവ പറഞ്ഞു. പീറ്റർ പതിയെ എഴുന്നേറ്റു. ശരിയാണ് ദിവ പറഞ്ഞത്. ഞാൻ കരാറിൻ്റെ കാര്യം മറക്കാൻ പാടില്ലായിരുന്നു. ദിവ എന്നോട് കാണിച്ച കാരുണ്യത്തെ ഞാൻ ദുരുപയോഗം ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി. ഗിറ്റാർ കയ്യിലേന്തി പീറ്റർ ചുവടുകൾ വെച്ചു. അല്പം നടന്നതും അവൻ നിന്നു. ശേഷം ദിവയുടെ നേർക്ക് തിരിഞ്ഞു. ഇനി നമ്മൾ സുഹൃത്തുക്കളായിരിക്കുമെന്ന് ദിവ തന്നെ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ദിവയോട് ബിഹേവ് ചെയ്തത്. സുഹൃത്തുക്കൾക്കിടയിൽ വരമ്പില്ലെന്ന എൻ്റെ വിശ്വാസമായിരുന്നു എന്നെ പ്രേരിപ്പിച്ചത്. സുഹൃത്തുക്കളുടെ ഇടയിൽ വരമ്പില്ലെന്ന എൻ്റെ വിശ്വാസമായിരുന്നു അതിന് എന്നെ പ്രചോദിപ്പിച്ചത്. പക്ഷെ ദിവ അത് തിരുത്തി. ദിവ ഉദ്ദേശിക്കുന്ന സൗഹൃദത്തിൽ അതിർത്തികളും വരമ്പുകളുമുണ്ട്. അതിനെ സൗഹൃദമെന്ന് വിളിക്കരുത് ദിവ, അത് ശരിയല്ല. അത്രയും പറഞ്ഞ് തപ്പിത്തടഞ്ഞു പോകുന്ന പീറ്ററിനെ നോക്കി ദിവ അന്നേരം തറച്ചിരിക്കുകയായിരുന്നു. ഫ്ലാറ്റിലെത്തി കട്ടിലിൽ കിടക്കുന്ന നേരവും അവൻ്റെ ചിന്തയും മനസ്സും ദിവയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. എന്തു പറയുന്നു നിന്റെ പുതിയ സുഹൃത്ത്? ക്ലാര മുറിയിലേക്ക് പ്രവേശിച്ചു. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? പീറ്റർ ചോദിച്ചു. ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോന്നേ. പറ, നീ അവളെ പിന്നെയും കണ്ടിരുന്നോ? അമ്മയ്ക്ക് ദിവയെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എഴുന്നേറ്റിരുന്ന് പീറ്റർ ചോദിച്ചു. അത് പിന്നെ അത്രയും ഐശ്വര്യമുള്ള പെൺകൊച്ചിനെ ഏതമ്മമാർക്കാണ് ഇഷ്ടപ്പെടാത്തെ? ഐശ്വര്യം
അവളെങ്ങാനും തനിസ്വരൂപം പുറത്തെടുത്താൽ അമ്മ ബോധം കെട്ട് വീഴും. കാഴ്ചയില്ലാത്തതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട. അമ്മയോട് അങ്ങനെ പറയാനാണ് പീറ്ററിൻ്റെ നാവ് കൊതിച്ചെങ്കിലും അവൻ അത് ഉള്ളിലിട്ട് പിറുപിറുത്തു. അമ്മ റൂട്ട് തിരിച്ചു വിടണ്ട. ദിവ എൻ്റെ സുഹൃത്ത് മാത്രമാണ്. അതിൽ കൂടുതലൊന്നും അമ്മ പ്രതീക്ഷിക്കേണ്ട, പീറ്റർ പറഞ്ഞു. ഞാനെന്ത് പ്രതീക്ഷിക്കാൻ? അല്ലേലും നിന്നോട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നീ ചാടിക്കടിക്കാറല്ലേ പതിവ്? പീറ്റർ മൂളി. എടാ, ഞാൻ ഇനി എത്ര നാളത്തേക്കെന്ന് വെച്ചാ നിൻ്റെ ഒപ്പം ഉണ്ടാവുക? നിനക്കും ഒരു കൂട്ട് വേണ്ടടാ. എന്തിന്? അമ്മയ്ക്ക് അത്രയും താല്പര്യമുണ്ടെങ്കിൽ ഒരു കണ്ണുപൊട്ടിയെ കണ്ടുപിടിച്ച് എനിക്ക് കെട്ടിച്ചതാ. കണ്ണുപൊട്ടിയോ? എന്നത്തിന്? എടാ, ഞാൻ ഉദ്ദേശിച്ചത് നിന്നെ നോക്കാൻ കെൽപ്പുള്ള പെൺകുട്ടിയെക്കുറിച്ചാ, അല്ലാതെ നിനക്കൊപ്പം സാറ്റ് കളിക്കാനുള്ള പെൺകുട്ടിയെ അല്ല. അമ്മയുടെ വർത്തമാനം കേട്ടതും പീറ്ററിന് ചിരി പൊട്ടി. എവിടെ, നീ ചൊവ്വാവുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. പെട്ടെന്നെങ്ങാനും ഞാൻ ഇല്ലാതാവുമ്പോഴേ എൻ്റെ വാക്കുകളുടെ വില നിനക്ക് മനസ്സിലാവൂ. രംഗം ഞൊടിയിടയിൽ ഗൗരവത്തിലേക്ക് നീങ്ങിയെന്ന് മനസ്സിലാക്കിയ പീറ്റർ പെട്ടെന്ന് തന്നെ റൂട്ട് തിരിച്ചു. അമ്മ, ദിവ ഇന്ന് സ്റ്റുഡിയോയിൽ വന്നിരുന്നു. ആണോ? എന്നിട്ട്? ആകാംക്ഷയോടെ ക്ലാര ചോദിച്ചു. സ്റ്റുഡിയോയിൽ വെച്ചുണ്ടായ സംഭവം പീറ്റർ ക്ലാരയ്ക്ക് വിവരിച്ചു കൊടുത്തു. ഇതേ സമയം അമ്മിണിക്കടവിൽ ദിവയുടെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു. ഏതാനും ദിവസത്തെ പരിചയമുള്ളെങ്കിലും പീറ്ററിനോട് തനിക്കൊരു പ്രത്യേകതരം വാത്സല്യമുണ്ടെന്ന സത്യം അവൾ മനസ്സിലാക്കുകയായിരുന്നു. ചിലപ്പോഴത് അവൻ്റെ അന്ധത കൊണ്ടാവാം, അല്ലെങ്കിൽ അവൻ്റെ സ്വരമാധുര്യത്തെ താൻ അത്രയേറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം. അവൾ ഓരോന്ന് ചിന്തിച്ചിരിക്കെ ശക്തമായ കാറ്റവിടെ അനുഭവപ്പെട്ടു. വീണ്ടും പതിവിലും വിപരീതമായി കടവ് ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് മാറുകയായിരുന്നു. പുഴയിലെ വെള്ളം അലകളാൽ നുരഞ്ഞു പൊങ്ങി. കൂടടഞ്ഞ പക്ഷികൾ പരിഭ്രാന്തിയോടെ കൂട്ടമായി വലിയ ശബ്ദത്തോടെ വട്ടം പറക്കുന്നു. ഇഴജന്തുക്കളും മറ്റും പ്രാണൻ കയ്യിലേന്തി എങ്ങോട്ടെന്നില്ലാതെ പാഞ്ഞു. ദൂരെ എവിടെയോ നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം. ദിവയുടെ ഉള്ളം ഭീതിയാൽ മൂടപ്പെട്ടു. അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തിൻ്റെ കാര്യമറിയാതെ അവൾ ചുറ്റും വീക്ഷിച്ചു. ദിവ നോക്കി നിൽക്കെ വായുവിൽ പ്രത്യേകതരം തീനാളം പ്രത്യക്ഷപ്പെട്ടു. നീലയും ചുവപ്പും വെള്ളയും കലർന്ന നിറത്തിലുള്ള ആ തീനാളം വായുവിൽ വൃത്താകൃതിയിൽ പരന്നു. ഏകദേശം 10 അടിയോളം വലിപ്പമുള്ള തീ വൃത്തത്തിൽ കണ്ണുകൾ തള്ളി ദിവ നോക്കി നിൽക്കെ അതിൽ നിന്നും ഒരു സത്വം ഇറങ്ങി വന്നു. സത്വത്തെ കണ്ട മാത്രയിൽ ഇടിമിന്നൽ കണക്കെ ഞെട്ടിത്തരിച്ച ദിവ അറിയാതെ വിളിച്ചു, അമ്മേ. പിറ്റേന്ന് മഞ്ജുവിനെ യാത്ര അയക്കാൻ പീറ്ററും അമ്മയും ഫ്ലാറ്റ് ഇറങ്ങുകയായിരുന്നു. ഇപ്പോൾ തന്നെ സമയം വൈകി. എയർപോർട്ടിൽ നമ്മളെയും കാത്ത് അവൾ നിൽക്കുകയാകും. ഇതെന്തൊരുക്കമായിരുന്നമ്മ? ക്ലാരയോട് അവൻ തൻ്റെ വ്യഥ പ്രകടിപ്പിച്ചു. എടാ, അതിന് മാത്രം സമയമൊന്നും വൈകിയിട്ടില്ല. മകനെ സമാധാനിപ്പിച്ച് അപ്പാർട്ട്മെൻറ്റിന് താഴെ എത്തിയപ്പോഴാണ് ക്ലാര അത് ശ്രദ്ധിച്ചത്. അല്ല, രാഘവേട്ടനെ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. രാഘവേട്ടൻ വന്നില്ലേ? പീറ്റർ ചോദിച്ചു. ഇല്ലെന്ന് തോന്നുന്നു, ഇവിടെയൊന്നും കാണാനില്ല. ചിലപ്പോൾ പുള്ളി വീട്ടിൽ പോയിട്ടുണ്ടാവും. താടിയിൽ ഉരസി പീറ്റർ ഊഹം പറഞ്ഞു. ഷെടാ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഒരു ടാക്സി പിടിക്കാൻ ആരുമില്ലല്ലോ. നെറ്റിയിൽ കൈവച്ച് ക്ലാര ചുറ്റും വീക്ഷിച്ചു. ഇതാ ഞാൻ അമ്മയോട് എപ്പോഴും പറയുന്നത്, ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. അറ്റ്ലീസ്റ്റ് സ്കൂട്ടറെങ്കിലും ഓടിക്കാൻ പഠിച്ചാൽ നമുക്ക് ഈ പാട് വല്ലതും ഉണ്ടാവുമോ അമ്മ? ഉഷിപ്പോടെ പീറ്റർ പറഞ്ഞു. എന്നിട്ട് വേണം നിന്റെ അച്ഛൻ അപകടത്തിൽപ്പെട്ട് ഇഹലോകം വിടിഞ്ഞതുപോലെ ഞാനും അങ്ങ് പോകാൻ. പിന്നെ അമ്മയുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഡ്രൈവിംഗ് പഠിക്കുന്നവരൊക്കെ വരിവരിയായി മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അമ്മയെ അല്പം കൂടി ധൈര്യം കാണിക്കാതെ ജീവിക്കുന്നതെങ്ങനെയാ? എനിക്ക് പേടിയാ, സമ്മതിച്ചു. ഞാനും കൂടി ഇല്ലാതായാൽ നിനക്ക് പിന്നെ ആരാ ഉള്ളത്? എവിടെയെങ്കിലും പോകണമെങ്കിൽ ബസ്സോ ടാക്സിയോ ആശ്രയിക്കണമെന്നല്ലേ ഉള്ളൂ. അതങ്ങ് ഞാൻ സഹിച്ചു. ശരി, സമ്മതിച്ചു. ഇവിടെ നിന്നും എങ്ങനെ പോകുമെന്നതിനെക്കുറിച്ച് അമ്മ ആലോചിക്കുക. ഇന്നാൾ മഞ്ജു അമ്മയുടെ ഫോണിൽ സ്റ്റ്യൂബർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നില്ലേ? അതുവഴി ഒന്ന് ശ്രമിച്ചു നോക്ക് വേഗം. പീറ്റർ ഉപായം പറഞ്ഞു കൊടുത്തു. ക്ലാര തൻ്റെ ഫോൺ എടുത്ത് സ്റ്റ്യൂബർ ഓപ്പൺ ചെയ്തതും അവിടേക്ക് ദിവ്യയുടെ ആഗമനം. അല്ല, ആരിത്? ദിവ്യയോ? ക്ലാര ചോദിച്ചു. ദിവ്യയുണ്ടോ ഇവിടെ? പീറ്റർ ആശ്ചര്യം പ്രകടിപ്പിച്ചു. അതെ പീറ്റർ, പുഞ്ചിരി തൂക്കി ദിവ പറഞ്ഞു. അല്ല, അമ്മയും മകനും ഇതെവിടെയോ പോകാനായി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഒന്നും പറയണ്ട മോളെ. ഈ ചെക്കൻ്റെ ഫ്രണ്ട് മഞ്ജു ഇന്ന് ഡൽഹിക്ക് പോവുക. എയർപോർട്ടിൽ അവളെ യാത്ര അയക്കാൻ പോകാൻ നിൽക്കുക ഞങ്ങൾ. ഒരു ടാക്സി പോലും കിട്ടുന്നില്ല. ക്ലാര നിരാശയടിച്ചു. അതെന്തിനാ അമ്മ? ഞാൻ ടാക്സി വിളിച്ചു തരാം, ദിവ പറഞ്ഞു. അയ്യോ മോളെ, മോൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ?
എന്ത് ബുദ്ധിമുട്ട്. പീറ്ററിനെയും അമ്മച്ചിയെയും കാണാൻ വേണ്ടി വന്നതാ ഞാൻ. ഇനി എന്തായാലും ഞാനും നിങ്ങളോടൊപ്പം വരാം. അതൊക്കെ വേണോ ദിവ? ഇടയിൽ കയറി പീറ്റർ ചോദിച്ചു. എന്താ, ഞാൻ കൂടെ വരുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ? ഹേയ്, എന്തിഷ്ടക്കേട്, സന്തോഷമേ ഉള്ളൂ. ക്ലാര മനോഹരമായി ചിരിച്ചു പറഞ്ഞു. എങ്കിലും നിങ്ങളിവിടെ നിൽക്ക്, ഞാനൊരു ടാക്സി പിടിച്ചു വരാം. ക്ലാരയോട് വാക്കുകൊടുത്ത് ദിവ നടന്നകന്നു. നല്ല തങ്കപ്പെട്ട കൊച്ച്, ഒന്ന് നെടുവേർപ്പെട്ട് ക്ലാര പറഞ്ഞു. കാണുന്ന പെൺകുട്ടികളൊക്കെ അമ്മയ്ക്ക് പിന്നെ തങ്കപ്പെട്ട കൊച്ചുങ്ങളാണല്ലോ, പുച്ഛത്തോടെ പീറ്റർ പറഞ്ഞു. അതെന്നാടാ, കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ? പിന്നെ ഇവളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്കെന്താ ഒരു ഇഷ്ടമില്ലായ്മ? അങ്ങനെയൊന്നും ഇല്ലമ്മ. അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കേണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും പോകാനുള്ള വഴി ആലോചിക്കാം. തലയിൽ കൈവച്ച് പീറ്റർ പറഞ്ഞു തീർന്നതും ഒരു ടാക്സിയിൽ ദിവ എത്തുകയായിരുന്നു. ഗെറ്റൻ, ഇരുവരെയും നോക്കി അവൾ പറഞ്ഞു. ക്ലാര മുൻസീറ്റിലും പീറ്ററും ദിവയും പുറകിലുമായി ഇരുന്നു. ടാക്സി ചലിച്ചു തുടങ്ങിയതും ദിവ പീറ്ററിൻ്റെ കയ്യിൽ പിടുത്തമിട്ട് സ്വകാര്യത്തിൽ പറഞ്ഞു. സോറി പീറ്റർ, ഞാൻ അങ്ങനെയൊന്നും പറയരുതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിന്നെ നേരിൽ കണ്ട് സോറി പറയാനാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പീറ്റർ ഒന്ന് പുഞ്ചിരിച്ചു. അതിൽ തന്നോടുള്ള അവൻ്റെ പിണക്കം മാഞ്ഞു പോകുന്നതായി അവൾ കാണുകയായിരുന്നു. നല്ല ആൾക്കാരാ, എന്താ എത്ര വൈകിയത്? ക്ലാരയെയും പീറ്ററിനെയും കണ്ട മഞ്ജു പരിഭവം പറഞ്ഞു. ആഹാ, ദിവയും ഉണ്ടായിരുന്നോ? അതെ, ദിവ പുഞ്ചിരിച്ചു. മഞ്ജു ദിവയെ ആലിംഗനം ചെയ്ത ശേഷം പീറ്ററിൻ്റെ കൈ പിടിച്ച് കുറച്ചൽപ്പം മാറി നിന്ന് സംസാരിക്കുകയായിരുന്നു. ഹായ് ദിവ. മാനേജർ കേശവ് ദിവയെ നോക്കി കൈവീശി. സംസാരിക്കാൻ താല്പര്യമില്ല എന്നർത്ഥത്തിൽ കേശവിനെ നോക്കി ദിവ ഒന്ന് ഇളിച്ചു കാട്ടിയതും അത് മനസ്സിലാക്കിയ കേശവ് സ്റ്റുഡിയോയിൽ നിന്നെത്തിയ മറ്റു ജീവനക്കാരിലേക്ക് റൂട്ട് തിരിച്ചുവിട്ടു. തൻ്റെ കോഴിത്തരം ദിവയുടെ അടുത്ത് ഇനിയും വിലപ്പോകില്ലെന്ന് അയാൾ ആ നിമിഷം മനസ്സിലാക്കുകയായിരുന്നു. എന്നാലും ഈ കണ്ണുപൊട്ടൻ എങ്ങനെയാണ് ഇതുപോലൊരാറ്റം പീസിനെ സെറ്റായത്? നമുക്കൊന്നും നീ ഇതിൻ്റെ പാതി പോകുന്ന ഒരെണ്ണത്തിനെയും സെറ്റാക്കി തരുന്നില്ലല്ലോ ഭഗവാനെ. മേലോട്ട് നോക്കി പിറുപിറുത്ത ശേഷം അയാൾ ഒരിക്കൽ കൂടി ദിവയെ നോക്കി. ദിവയുടെ കണ്ണുകൾ അപ്പോഴും പീറ്ററിൽ തന്നെ നിശ്ചലമായി നിലകൊള്ളുകയായിരുന്നു. ക്ലാരയും അവർക്കൊപ്പം പങ്കുചേർന്നു. മഞ്ജുവിനോടുള്ള തങ്ങളുടെ സ്നേഹപ്രകടനവും യാത്രയയപ്പവുമൊക്കെ കൈകെട്ടി ദിവ വീക്ഷിച്ചു. സന്തോഷവും സങ്കടവും പരിഭവങ്ങളും ക്ഷമപറച്ചിലും ഒക്കെ ഒത്തുചേർന്ന ആ കൂട്ടത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിവ ഒന്ന് ദീർഘമായി ശ്വാസം പുറത്തേക്ക് തള്ളി. പീറ്ററിൻ്റെ മുഖം വീണ്ടും വീണ്ടും അവൾ ശ്രദ്ധിച്ചു. ഒരേ സമയം സങ്കടവും സന്തോഷവും പീറ്ററിൻ്റെ മുഖത്ത് നിഴലിക്കുന്നതും അവൾ കാണുകയായിരുന്നു. ഒടുവിൽ നിറമെഴികളോടെ അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് മഞ്ജു അകലുന്നത് അവർക്കൊപ്പം ദിവയും നോക്കി നിന്നു. എല്ലാവരും പരസ്പരം യാത്ര പറഞ്ഞ് അവരുടേതായ സ്വകാര്യതകളിലേക്ക് അകന്നപ്പോൾ ബാക്കിയായത് ആ അമ്മയും മകനും ദിവയും മാത്രം. വാ അമ്മയെ പോകാം. അമ്മയുടെ കൈപിടിച്ച് പീറ്റർ അല്പം നടന്നതും ക്ലാര തൻ്റെ പഴയ കൂട്ടുകാരിയെ കാണാനിടായി. ഹായ് കമല, ഒച്ചത്തിൽ വിളിച്ച് ക്ലാര കൈവീശി. ഹായ് ക്ലാര. കമല തിരിച്ചും കൈവീശി. എടാ, നീ ഇവിടെ നിൽക്ക്, ഞാൻ കമലയോട് 2 കൊച്ചുവർത്താനം പറഞ്ഞിട്ട് വരാം. ക്ലാര മകനോട് അനുവാദം ചോദിച്ചു. അമ്മയെ പെട്ടെന്നിങ്ങ് വരണം, എനിക്ക് പോസ്റ്റ് തരരുത്. പീറ്റർ അമ്മയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ഇല്ലടാ, ഇപ്പോൾ വരാം. ഇരുവരെയും തനിച്ചാക്കി ക്ലാര വേഗത്തിൽ ചുവടുകൾ വെച്ചു. മഞ്ജു പോയപ്പോൾ നിന്റെ മുഖം വാടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പീറ്ററിനെ നോക്കി ദിവ പറഞ്ഞതും ഒരുതരം വ്യത്യസ്തമായ പുഞ്ചിരിയായിരുന്നു അവൻ്റെ ചുണ്ടിൽ വിടർന്നത്. ആ പുഞ്ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തരം ഭാവങ്ങളും വികാരങ്ങളും അതിൽ ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. എന്താ നീയൊന്നും പറയാത്തത് പീറ്റർ? അവൾ ചോദിച്ചു. ദിവ, ഇപ്പോൾ ഇവിടെ നിന്നും അകന്നുപോയ മഞ്ജു ഒരർത്ഥത്തിൽ എനിക്കെല്ലാമായിരുന്നു. എൻ്റെ ഒപ്പം എന്തിനും ഏതിനും ഉണ്ടായിരുന്നവളാണവൾ. പ്രതീക്ഷിക്കാതെ 2 ചിറകുകൾ കൊഴിഞ്ഞുപോയ പക്ഷിയുടെ അവസ്ഥയാണ് എനിക്കിപ്പോൾ. വേഗത്തിൽ എങ്ങോട്ടും ചലിക്കാൻ പറ്റില്ല. കാലുകളെ മാത്രം ആശ്രയിച്ചു വേച്ചു മുന്നോട്ട് പോവുക. അല്പമൊന്ന് നിർത്തി പീറ്റർ തുടർന്നു. ദിവയ്ക്കറിയോ, ഒരിക്കൽ എന്നെ നോക്കി ഇഷ്ടമാണെന്ന് പറഞ്ഞവളാണ് ഇപ്പോൾ അകന്നുപോയത്. ആ ഇഷ്ടം പ്രണയമാണെന്നറിഞ്ഞപ്പോൾ ഞാൻ അവളെ ഉപദേശിച്ചു, വഴക്ക് പറഞ്ഞു. എന്തിനേറെ പറയുന്നു, പിണക്കം നടിച്ച് കുറച്ചുനാൾ ഞാൻ അവളോട് അകന്നു നടന്നു. ഒടുവിൽ എൻ്റെ പിണക്കം താങ്ങാൻ പറ്റാതെ അവൾ ആ ഇഷ്ടം കാറ്റിൽ പറത്തിക്കളയുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ കൂട്ടുകൂടി. എന്തിനാ മഞ്ജുവിനെ അവോയ്ഡ് ചെയ്തത്? അവൾ നല്ല കുട്ടിയല്ലേ? ദിവയുടെ ചോദ്യത്തിന് എന്ന രീതിയിൽ പീറ്റർ ചിരിച്ചു തള്ളി. പ്രാരാബ്ധങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും കരകയറാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു കണ്ണുപൊട്ടനും കൂടെ ജീവിതത്തിൻ്റെ ഭാഗമായി കിട്ടിയാൽ നല്ല ജയിലായിരിക്കും. കൂനിമേൽ കുരു വന്ന അവസ്ഥ.
പീറ്ററിന് ചിരി പൊട്ടി. ചില വിഷയങ്ങളിൽ നമ്മൾ അല്പം പ്രാക്ടിക്കലായി ചിന്തിക്കണം ദിവ. ചിലർ അതിനെ മനുഷ്യത്വമില്ലായ്മ എന്നൊക്കെ പറയും. പക്ഷെ അതായിരുന്നു ശരിയെന്ന് കാലം പിന്നീട് തെളിയിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പോലും. പീറ്ററിൻ്റെ വാക്കുകൾ കാതോർത്ത് ദിവ നിന്നു. പ്രണയമാണെങ്കിലും ചില നിർണായക ഘട്ടത്തിൽ വിവേകമായി ചിന്തിക്കണം. അവിടെ പ്രണയത്തോടെ ചിന്തിക്കരുത്. കണ്ണ് കാണാത്തവനോടും തളർന്നു പോയവനോടും ഒക്കെ തോന്നുന്നത് അനുരാഗമല്ല, സിമ്പതിയാണ്. ആദ്യത്തെ ആവേശത്തിൽ കൈയടിക്കാൻ കുറച്ച് ആളുകളെ കിട്ടും, ആദ്യം മാത്രം. പക്ഷെ പിന്നീട് ആരും ഉണ്ടാവില്ല. തുടർന്നുണ്ടാകുന്ന വിഷമത്തിൽ കൈത്താങ്ങായി ആരുമില്ലാതാവുമ്പോൾ ആ ദാമ്പത്യ ജീവിതത്തോട് സ്വയം മടുപ്പ് തോന്നും. പിന്നീടത് വേണ്ടായിരുന്നു എന്ന ചിന്തയിലേക്ക് കൂറുമാറും. എനിക്ക് ഉറപ്പുണ്ട് ദിവ, മഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കയറിയാൽ പിന്നീട് അവളുടെ ജീവിതവും ഞാൻ നിത്യവും കാണുന്ന ഇരുളിലേക്ക് നീങ്ങും. പക്ഷേ എല്ലാം നമുക്ക് അത്തരത്തിൽ കാണാൻ പറ്റില്ലല്ലോ പീറ്റർ. ചിലർ പ്രണയത്തെ അത്തരത്തിലൊരു തീരുമാനമെടുത്ത് നന്നായി ജീവിക്കുന്നില്ലേ? ഉണ്ടാവാൻ ദിവ. പക്ഷേ ഈ കാര്യത്തിൽ ഒരു 50-50 ചാൻസ് എടുക്കാൻ എനിക്കാവില്ല. എനിക്കതിന് കഴിയില്ല. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവൾ നന്നായിരുന്നാൽ മതി. എനിക്കത് മതി. പീറ്ററിൻ്റെ ശബ്ദമിടറി, ചുണ്ടുകൾ വിറച്ചു. ദിവ അതൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്നാൽ നമുക്ക് പോകാം. ക്ലാര ഇരുവരുടെയും അടുത്തേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയ പീറ്റർ ദിവയോട് സ്വകാര്യത്തിൽ പറഞ്ഞു. ദിവ, അമ്മ ഇതൊന്നും അറിയരുത്. അറിഞ്ഞാൽ എൻ്റെ തത്വമൊന്നും അമ്മയുടെ ചെവിയിൽ കയറില്ല. ചിലപ്പോൾ നാളെ തന്നെ എന്നെയും കൊണ്ട് ഡൽഹിയിലേക്ക് പറക്കും. മഞ്ജുവിനെ എനിക്ക് കെട്ടിച്ചു തരികയും ചെയ്യും. മനസ്സിലായി എന്ന അർത്ഥത്തിൽ ദിവ മൂളി. എന്താ നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത്? ക്ലാര മകൻ്റെ തോളിൽ തട്ടി ചോദിച്ചു. അത് ഒന്നുമില്ലമ്മ, നമുക്ക് പോകാം. വരൂ, പോകാം. വരൂ ദിവ. മൂവരും എയർപോർട്ട് ടാക്സിയിൽ തിരിച്ചു പോകുന്ന നേരവും പീറ്റർ മൗനത്തിലാണ്ടിരിക്കുന്നത് ദിവ ശ്രദ്ധിച്ചു. അവൻ്റെ മനസ്സ് മുഴുവൻ മഞ്ജുവിൽ തന്നെ ആയിരിക്കുമെന്നും അവൾ ഊഹിക്കുകയായിരുന്നു. കേട്ടോ ദിവ, ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്യൂരിറ്റിക്കാരിൽ ഒരാളുണ്ട്. പേര് രാഘവൻ. ഞങ്ങളൊക്കെ രാഘവേട്ടൻ എന്നാണ് വിളിക്കുന്നത്. എനിക്കോ ഇവനോ അത്യാവശ്യമായി എവിടെയെങ്കിലും പോകണമെങ്കിൽ രാഘവേട്ടനാണ് സാധാരണയായി ടാക്സി പിടിച്ചു തരിക, ക്ലാര പറഞ്ഞു. ദിവയൊന്ന് മൂളി. ക്ലാര തുടർന്നു. ഇന്ന് രാഘവേട്ടനെ അവിടെ എങ്ങും കണ്ടില്ല. ഒരു ടാക്സി വിളിക്കാൻ വിഷമത്തിലായിരിക്കുമ്പോഴാണ് മോളുടെ വരവ്. അത് ഞങ്ങൾക്ക് വലിയ സഹായമായി. ഹേയ്, ഇതിനെ അങ്ങനെ സഹായമായി കാണണ്ടമ്മ. ഇതൊക്കെ നമ്മുടെ കടമയല്ലേ. ക്ലാര മൂളി. എന്നാലും എന്തായിരിക്കും രാഘവേട്ടൻ വരാതിരുന്നത്? സാധാരണ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ പറഞ്ഞിട്ട് പോകുന്നയാളാണ്. അമ്മ, ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ചിലപ്പോൾ വീട്ടിൽ പോയതാവും. എന്തേലും അത്യാവശ്യം കാണും. അതായിരിക്കും അങ്ങേര് പറയാതെ പോയത്, പീറ്റർ ഇടയിൽ കയറി പറഞ്ഞു. അമ്മ നോക്കിക്കോ, നമ്മൾ തിരികെ എത്തുമ്പോൾ രാഘവേട്ടൻ അവിടെ ഉണ്ടാകും. ഉണ്ടായാൽ മതി. അങ്ങേരുള്ളതൊരു സഹായമാണ്. ക്ലാര നിരാശയടിച്ചു. മോളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ രാഘവേട്ടനെ. അല്പം മെലിഞ്ഞിട്ട് നല്ല പൊക്കമൊക്കെയുള്ള ഒരാൾ. എപ്പോഴും കാർ പോർച്ചിലായിരിക്കും പുള്ളി. ഫ്ലാറ്റിലെ ചിലർ വണ്ടി കഴുകാൻ ഏൽപ്പിക്കുന്നത് രാഘവേട്ടനെയാണ്. ന്യായമല്ല, പക്ഷെ അങ്ങേർക്ക് ടിപ്പ് കിട്ടുന്നതുകൊണ്ട് ആരും അതൊട്ടും എതിർക്കാനും പോവില്ല. ഒരു സെക്യൂരിറ്റിയെ കൊണ്ട് വണ്ടി കഴുകിക്കുക എന്നൊക്കെ പറഞ്ഞാലും മോശമല്ലേ? ഇത് അങ്ങേർക്കും കൂടി ഗുണമുള്ള കാര്യമായതുകൊണ്ടും അങ്ങേർക്കതിൽ യാതൊരു പരാതിയോ പരിഭവമോ ഇല്ലാത്തതുകൊണ്ടും എല്ലാവരും കണ്ണടയ്ക്കുന്നു എന്ന് മാത്രം. ഒരു പ്രാരാബ്ധക്കാരനാണ് പുള്ളി. ഇത്തിരി കഷ്ടത്തിലൊക്കെയാ. 3 പെൺമക്കളുണ്ട്. മൂത്തതിൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു ഇന്നാള്. ഒറ്റ ശ്വാസത്തിൽ ക്ലാര പറഞ്ഞു. ഇല്ലമ്മേ, ഞാൻ രാഘവേട്ടനെ കണ്ടിട്ടില്ല, ദിവ പറഞ്ഞു. ആണോ? കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. അന്ന് ഫ്ലാറ്റിൽ വന്നപ്പോൾ മോള് കാണേണ്ടതാണല്ലോ. സാരമില്ല, ഞാൻ രാഘവേട്ടൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ക്ലാര ഫോൺ ഗാലറി തുറന്ന് രാഘവേട്ടൻ്റെ ഫോട്ടോ ദിവയ്ക്ക് കാണിച്ചു കൊടുത്തതും ഒരുതരം പൊട്ടിത്തെറിയോടെയുള്ള ഞെട്ടലായിരുന്നു അവൾക്ക് അനുഭവപ്പെട്ടത്. ചങ്കിലൂടെ വലിയൊരു വാൾ കടന്നു പോയതുപോലെ ദിവയ്ക്ക് തോന്നി. അവൾ പീറ്ററിനെയും രാഘവേട്ടൻ്റെ ഫോട്ടോയും മാറി മാറി നോക്കുകയായിരുന്നു. തലേന്ന് രാത്രി ദിവ ഓരോന്ന് ചിന്തിച്ചിരിക്കെ ശക്തമായ കാറ്റ് അവിടെ ഉത്ഭവപ്പെട്ടു. വീണ്ടും പതിവിലും വിപരീതമായ കടവ് ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് മാറുകയായിരുന്നു. പുഴയിലെ വെള്ളം അലകളാൽ നുരഞ്ഞു പൊങ്ങി. കൂടടഞ്ഞ പക്ഷികൾ പരിഭ്രാന്തിയോടെ കൂട്ടമായി വലിയ ശബ്ദത്തോടെ വട്ടം പറക്കുന്നു. ഇഴജന്തുക്കളും മറ്റും പ്രാണൻ കയ്യിലേന്തി എങ്ങോട്ടെന്നില്ലാതെ പാഞ്ഞു. ദൂരെ എവിടെയോ നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം. ദിവയുടെ ഉള്ളം ഭീതിയാൽ മൂടപ്പെട്ടു. അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തിൻ്റെ കാര്യമറിയാതെ അവൾ ചുറ്റും വീക്ഷിച്ചു. ദിവ നോക്കി നിൽക്കെ വായുവിൽ പ്രത്യേകതര തീനാളം പ്രത്യക്ഷപ്പെട്ടു.
നീലയും ചുവപ്പും വെള്ളയും കലർന്ന നിറത്തിലുള്ള ആ തീനാളം വായുവിൽ വൃത്താകൃതിയിൽ പരന്നു. ഏകദേശം 10 അടിയോളം വലുപ്പമുള്ള തീ വൃത്തത്തിൽ കണ്ണുകൾ തള്ളി ദിവ നോക്കി നിൽക്കെ അതിൽ നിന്നും ഒരു സത്വം ഇറങ്ങി വന്നു. സത്വത്തെ കണ്ട മാത്രയിൽ ഇടിമിന്നൽ കണക്കെ ഞെട്ടിത്തരിച്ച ദിവ അറിയാതെ വിളിച്ചു, അമ്മേ. മനുഷ്യരെക്കാൾ 2 ഇരട്ടി പൊക്കമുള്ള ആ സത്വത്തിന് നീണ്ടു കൂർത്ത് വലിയ 2 കൊമ്പുകളും മേൽപോട്ട് ഉയർന്നു നിൽക്കുന്ന ചെവികളും മനുഷ്യരെക്കാൾ വലുപ്പമുള്ള 2 ചിറകുകളും കുന്തം പോലെ നീണ്ടു വളഞ്ഞ വലിയ വാലുമുണ്ടായിരുന്നു. ചോരക്കണ്ണുകളും ഭീതി ഉളവാക്കുന്നതായിരുന്നു. താഴോട്ട് നീണ്ടു കൂർത്തിരിക്കുന്ന 2 വലിയ ദ്രംഷ്ടകൾ. തൻ്റെ വലിയ കുന്തം തറയിൽ കുത്തി ദിവയെ നോക്കി ആ സത്വം അതിലും വലിയ ശബ്ദത്തോടെ ചോദിച്ചു, ദിവ, എന്താണ് നിന്റെ തീരുമാനം? നീ തിരിച്ചങ്ങോട്ടില്ലെന്നാണോ? സത്വത്തിൻ്റെ ചോദ്യത്തിന് മുഖം താഴ്ത്തി ദിവ മറുപടി കൊടുത്തു, ഇല്ലമ്മേ, എനിക്കിനി അങ്ങോട്ട് വരണമെന്നില്ല. എന്തുകൊണ്ട് നീ വരുന്നില്ല? കാരണം ഇവിടെ സ്നേഹമുണ്ടമ്മേ. കള്ളവും ചതിയും ഇവിടെ കാണാനേയില്ല. ദിവയുടെ മറുപടി കേട്ട സത്വം ഭൂമി കുലുങ്ങുമാറ് വലിയ വായിൽ അട്ടഹസിച്ചു. ഹ, ദിവ, വിഡ്ഢിത്തം വിളമ്പരുതു നീ. മനുഷ്യകുലത്തിൻ്റെ കൂടപ്പിറപ്പാണ് വഞ്ചനയും കള്ളവും ചതിയുമൊക്കെ. നമ്മളാണ് അവർക്ക് അതിനുള്ള പ്രേരണ കൊടുക്കുന്നു എന്ന കാര്യം നീ മറക്കരുത്. അതിവിടെ ഇല്ലെന്ന് നീ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മൂഢയല്ല ഞാൻ. ദിവ, ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നീ തിരിച്ചു വരണം. നിനക്ക് കൽപ്പിച്ച ശിക്ഷയിൽ നിന്നും ഞാൻ നിനക്ക് ഇളവ് തരാം. ഇല്ലമ്മേ, എനിക്ക് വരാനാവില്ല, അവൾ പറഞ്ഞു. ദിവ, രൗദ്രതയോടെ സത്വം അലറി. അലർച്ചയുടെ പ്രകമ്പനത്തിൽ പുഴയിലെ വെള്ളം പോലും കുതിച്ചു താഴുകയായിരുന്നു. നീ ശാഠ്യം പിടിക്കരുത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നീ അവിടെ ചെയ്തത്. ഇപ്പോൾ നീ രൂപമാറ്റവും നടത്തി അടുത്ത തെറ്റും ചെയ്തിരിക്കുന്നു. അതും ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത മനുഷ്യരുടെ രൂപം നീ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ അജണ്ടയെയും നിയമത്തെയുമാണ് നീ കാറ്റിൽ പറത്തിയിരിക്കുന്നത്. നിനക്ക് മാപ്പില്ല ദിവ. പക്ഷേ ഇപ്പോൾ നീ എൻ്റെ കൂടെ തിരികെ വന്നാൽ ഇതിനൊക്കെയും ചേർത്ത് ഞാൻ നിനക്ക് മാപ്പ് തരാം. എന്തു പറയുന്നു നീ? വരില്ല എന്ന അർത്ഥത്തിൽ ദിവ തലയാട്ടി. ദിവ, സത്വം വീണ്ടും അലറി. ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇന്നേക്ക് 30-ാം നാൾ നീ തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ 11 മക്കൾ ഇവിടേക്ക് വരും. നിന്റെ 11 സഹോദരന്മാർ. അവർ ഇവിടേക്ക് ആഗമനം ചെയ്താൽ ഭൂമിയിലെ സർവ്വതും നശിക്കും. നീ ഉൾപ്പെടെ ഒരു ശക്തിക്കും അത് തടയാനാവില്ല. അറിയാമല്ലോ നിനക്ക്. കണക്ക് വെച്ചോ നീ ദിവ. ഇന്നേക്ക് 30-ാം നാൾ വരെ ഈ ഭൂമുഖത്തിന് ആയുസുള്ളൂ. അതിനുള്ളിൽ നീ തിരിച്ചെത്തിയില്ലെങ്കിൽ നിശ്ചയം ഇവിടെ വിപത്ത് വരും. സ്വത്വം പറഞ്ഞു തീർന്നതും ഒരു കാൽ പെരുമാറ്റം അവിടെ കേൾക്കാനിടയായി. എല്ലാം കണ്ടും കേട്ടും രാഘവേട്ടൻ ഭയപ്പാടോടെ നിൽപ്പുള്ള കാര്യം ഇരുവരും ശ്രദ്ധിച്ചില്ല. സത്വം തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയ രാഘവേട്ടന് പക്ഷേ പിഴച്ചുപോയി. അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും തൻ്റെ നീണ്ട വാലുപയോഗിച്ച് ആ സത്വം അയാളിൽ പിടുത്തമിട്ടിരുന്നു. രാഘവേട്ടനെ വലിഞ്ഞു മുറുക്കി സത്വം തന്നിലേക്ക് അടുപ്പിച്ചു. ഭീമാകാരമായ വാ പരമാവധി തുറന്നു പിടിച്ച് ആ സത്വം രാഘവേട്ടൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. അമ്മേ, നിർത്ത്, അയാളെ വെറുതെ വിടൂ, ദിവ കൈകൂപ്പി യാചിച്ചു. ഇല്ല, ഈ മനുഷ്യനെ വിട്ടുകൂടാ. ഈ സംഭവം ഇവൻ നാടുനീളെ പരത്തും. ഇവനെ വിശ്വസിച്ചുകൂടാ, സത്വം പറഞ്ഞു. ഇല്ല, ഞാൻ ആരോടും പറയില്ല, എന്നെ വെറുതെ വിടൂ. വാൾ കൊണ്ടുള്ള പിടിമുറുക്കത്തിൽ പിടഞ്ഞ് രാഘവേട്ടൻ കേണു. അമ്മേ, അയാൾ പറഞ്ഞത് കേട്ടില്ലേ? അയാളെ വെറുതെ വിടൂ അമ്മേ, ദിവ കരഞ്ഞു യാചിച്ചു. ദിവ, സത്വം വീണ്ടും അലറി. നീ ഇതിൽ ഇടപെടണ്ട. ഇതിവൻ സ്വയം വരുത്തിവെച്ച് വിനയാണ്. അതിവൻ അനുഭവിക്കണം. ഇതിലൂടെ ഞാൻ നിനക്ക് താക്കീത് നൽകുകയാണ്. 30 നാൾ അതിനുള്ളിൽ നീ തിരിച്ചെത്തിയിരിക്കണം. അത്രയും പറഞ്ഞ് സത്വം രാഘവേട്ടനെ വായുവിലൊന്ന് ചുഴറ്റി ശേഷം സർവശക്തിയുമെടുത്ത് അടുത്തുള്ള പാറയിൽ ആഞ്ഞടിച്ചു. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം. തല പൊട്ടി പിളർന്ന് ചോര വാർന്ന് രാഘവേട്ടൻ ആദ്യം ഒന്ന് പിടഞ്ഞു. പിന്നെ എന്നേക്കുമായി നിശ്ചലമായി. അമ്മേ, എന്തിനീ ക്രൂരത എന്നോട് ചെയ്യുന്നു? പൊട്ടിക്കരച്ചിലിനിടയിൽ ദിവ പറഞ്ഞു. നിന്റെ തിരിച്ചുവരവ് അത്രമേൽ ഞാൻ ആഗ്രഹിക്കുന്നു മകളെ. അമ്മയോട് നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ തിരിച്ചു വരണം. രാഘവേട്ടൻ്റെ ജഡം പുഴയിലേക്കെറിഞ്ഞ് സത്വം പറഞ്ഞു. അമ്മേ, അമ്മേ, ദിവ വിളിച്ചു നോക്കി. ഇല്ല, ആ സത്വം ഇല്ല. അവൾ നോക്കി നിൽക്കെ തീപ്പൊരി എന്ന പോലെ ആ സത്വം പൊടിഞ്ഞു പോവുകയായിരുന്നു. ഇത്രയും ആലോചിച്ച് കാറിലിരുന്ന ദിവ ഇരുവരെയും നോക്കി. ഒന്നും അറിയാത്ത അവർക്കൊപ്പം യാത്ര ചെയ്യുന്ന ദിവയുടെ മനസ്സ് വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. 30 നാൾ.
നാടാകെ ആ വാർത്ത കാട്ടുതീ പോലെ പരന്നു. അമ്മിണിക്കടവിൽ രാഘവേട്ടൻ്റെ ജഡം പൊന്തിയിരിക്കുന്നു. കേട്ടവർ കടവിലേക്ക് പാഞ്ഞു. അളിഞ്ഞ മൃതദേഹത്തിനടുത്ത് തൻ്റേതായ രീതിയിൽ പരിശോധിച്ച് എസ് എ ജഗന്നാഥൻ ആദ്യ തിയറിയിൽ എത്തിച്ചേർന്നു. അമ്മിണിക്കടവിൽ കണ്ടെത്തുന്ന രണ്ടാമത്തെ മൃതശരീരം റിട്ടയർഡ് കേണൽ സബാൻ സാറിൻ്റെ ജഡമായിരുന്നു ആദ്യം കണ്ടെത്തിയത്. അതും കടവിലെ മറ്റൊരു ഭാഗത്തു നിന്നും. അതെ സർ, ഹെഡ് കോൺസ്റ്റബിൾ പിള്ള പറഞ്ഞു. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തേക്ക്. കൂടിയിരിക്കുന്ന പരിസരവാസികളെയും ജനങ്ങളെയും സംശയത്തോടെ നോക്കി ജഗന്നാഥൻ പറഞ്ഞു. ഇതേ സമയം രാഘവേട്ടൻ്റെ മരണവാർത്ത അറിഞ്ഞ് പീറ്റർ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. ദിവ്യയായിരിക്കുമോ അയാളെ കൊന്നത്? മനസ്സിലിട്ട് അവൻ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. കഷ്ടമായിപ്പോയി. കൊന്നു പുഴയിൽ തള്ളാൻ മാത്രം രാഘവേട്ടനോട് എന്ത് ശത്രുതയാണ് ആളുകൾക്കുള്ളത്? മകനൊപ്പം ഇരിക്കുന്ന ക്ലാര നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു. എൻ്റെ ഈശോയെ, എന്തൊക്കെയായി കേൾക്കണേ. നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങേർക്ക് ഇങ്ങനൊരു പെടുമരണമാണല്ലോ വന്നു ചേർന്നത്. അമ്മയുടെ പരിഭവവും സങ്കടങ്ങളുമൊക്കെ ചെവിയിൽ തറഞ്ഞു കയറിയ പീറ്ററിന് എന്തോ വീർപ്പ് മുട്ടുന്നത് പോലെ. അവൻ പതിയെ എഴുന്നേറ്റ് ഫ്ലാറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നീ ഇതെങ്ങോട്ടാ? ദേ, കടവിലുള്ള നിന്റെ ഇരുത്തം മതിയാക്കിക്കോ. ഇനി അങ്ങോട്ടൊന്നും പോകണ്ട നീ. ക്ലാര അവന് താക്കീത് കൊടുത്തു. ഇല്ലമ്മ, ഞാൻ കടവിലേക്കൊന്നും അല്ല പോകുന്നത്. ഒന്ന് പുറത്തേക്കാ, പീറ്റർ പറഞ്ഞു. ഏത്, ഈ നട്ടപ്പാതിരയ്ക്കോ? ഇവിടെയെങ്ങാനും ചുമ്മാ ഇരി പീറ്റർ. ഓ, ഈ അമ്മ. എൻ്റെ അമ്മയെ ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. കാർ പോർച്ചിലേക്കാണ് ഞാൻ പോകുന്നത്, അല്ലാതെ കടവിലേക്കൊന്നുമല്ല. ശാഠ്യം പിടിച്ച് തപ്പിത്തടഞ്ഞ് അവൻ മുന്നോട്ട് ചുവടുകൾ വെച്ചു. മകനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ക്ലാര പിന്നെ അവനോട് എതിർക്കാൻ പോയില്ല. കാർ പോർച്ചിലെത്തി രാഘവേട്ടൻ ഇരിക്കാറുള്ള കസേരയിൽ പീറ്റർ ഇരുന്നു. രാഘവേട്ടനെക്കുറിച്ച് ഓർത്ത് അവൻ ചിന്തയിലാണ്ടു. കർത്താവെ, മൂത്ത മകൾ രേണുകയുടെ വിവാഹമാണ് ഏതാനും ദിവസം കഴിഞ്ഞാൽ. കുടുംബത്തിൻ്റെ അത്താണിയാണ് മരിച്ചു പോയിരിക്കുന്നത്. അങ്ങ് എന്തിനിതുപോലുള്ള ക്രൂരതകൾ പാവങ്ങളോട് കാണിക്കുന്നു? പീറ്റർ ദൈവത്തോട് പരാതി പറയവേ അവിടേക്ക് ദിവ്യയുടെ ആഗമനം. എന്താ നീ ഇവിടെ തനിച്ചിരിക്കുന്നത്? പ്രതീക്ഷിക്കാതെയായിരുന്നു അവൻ ആ ശബ്ദം കേട്ടത്. ആരാത്? ദിവ്യയാണോ? പരിഭ്രമത്തോടെ അവൻ ചോദിച്ചു. അതെ, ദിവ്യയാണ്. അവനടുത്തേക്ക് ചുവടുകൾ വെച്ചു. അടുത്തേക്ക് വരരുത് ദിവ, പ്ലീസ്. ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റ് അവൻ പറഞ്ഞു. എന്തു പറ്റി? പീറ്ററിൻ്റെ പെട്ടെന്നുള്ള സ്വഭാവമാറ്റത്തെ കണ്ട് അവൾ ചോദിച്ചു. ഒരു കണ്ണുപൊട്ടനായി എന്നെ ദിവ പറ്റിക്കുകയല്ലേ? നീ ഇതെന്തൊക്കെയാ പീറ്റർ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ദിവ പറഞ്ഞു. നീയല്ലേ രാഘവേട്ടനെ കൊന്നത് ദിവ? രാഘവേട്ടനെ ഞാൻ കൊന്നെന്നോ? നീ ഇതെന്തൊക്കെയാ പീറ്റർ ഈ പറയുന്നത്? ഞാൻ എന്തിനാ അയാളെ കൊല്ലണം? കാരണം ദിവ, നീ എന്നെ പോലെയോ രാഘവേട്ടനെ പോലെ അല്ലാത്തത് തന്നെ. നീ ഒരു മനുഷ്യജന്മമല്ല, പീറ്റർ അലറി. പീറ്റർ! ദിവയും ശബ്ദം കനപ്പിച്ച് അവനോട് അലറി. അതെ ദിവ, ഞാൻ പീറ്റർ തന്നെയാണ്. അടുത്തത് ആരെയാണ് നിനക്ക് കൊല്ലേണ്ടത്? എന്നെയാണോ? ശരി, ഞാനിതാ നിനക്ക് മുന്നിൽ കൈകെട്ടി നിൽക്കാം. കിൽമി ദിവ. അങ്ങനെയെങ്കിലും നിന്നിലുള്ള നിഗൂഢതകളും ദുരൂഹതകളും കെട്ടടങ്ങട്ടെ. അങ്ങനെയെങ്കിലും എനിക്കറിയാത്ത നിന്റെ പ്രതികാരം കെട്ടടങ്ങട്ടെ. കിൽമി ദിവ, അവൻ അലറി. പീറ്റർ! ശബ്ദമിടറി അവൾ അവനെ വിളിച്ചു. അന്നാദ്യമായി അവളുടെ മിഴികൾ അവന് മുന്നിൽ നിറഞ്ഞൊഴുകുകയായിരുന്നു. കണ്ണീർത്തുള്ളികൾ താഴേക്ക് ചാലിട്ടു. ഞാൻ അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. സാധിക്കുന്നില്ല. തൊണ്ടയിൽ വാക്കുകൾ പുഴുത്തു നിൽക്കുന്നുവെന്നതുപോലെ ദിവ വിങ്ങിപ്പൊട്ടി. തനിക്ക് മുന്നിലുള്ള പീറ്ററിനെ നിറഞ്ഞ മിഴികളോടെ നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനോ പറയാനോ അവൾക്ക് പറ്റുന്നില്ല. ദിവയുടെ അവസ്ഥ പക്ഷെ പീറ്റർ കാണാതെ കാണുകയായിരുന്നു. ദിവ, ഞാൻ നിന്നോട് കേഴുകയാണ്. പേടിയാണ് എനിക്ക്, എന്തിനോടും എല്ലാത്തിനോടും. നിന്റെ കരാറും മറ്റും കൊണ്ട് നീ എന്നെ വിലങ്ങിട്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പോലും ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ നിന്റെ സൗന്ദര്യത്തെ കാണാൻ വളരെയേറെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഊഹിക്കുന്നതിനേക്കാൾ മറ്റെന്തോ ആണ് നീ. അതിഭയങ്കരമായ, ഒട്ടും കരുണയില്ലാത്ത എന്തോ ഒന്ന്. അല്ലെങ്കിൽ പാവം രാഘവേട്ടനെ നീ കൊന്നുകളയില്ലായിരുന്നു. വേണ്ട ദിവ, എല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. ഒന്നല്ലെങ്കിൽ ഈ നിമിഷം നിനക്കെന്നെ ഇവിടെ വെച്ച് കൊന്ന് അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ എന്നേക്കുമായി നമുക്ക് പിരിയാം. ഇതാണ് എൻ്റെ തീരുമാനം. പീറ്റർ! ഒരിക്കൽ കൂടി ശബ്ദം പതറി അവൾ വിളിച്ചു. കൈ ഉയർത്തി അവനത് തടഞ്ഞു. വേണ്ട ദിവ, നിന്നെ കാണണമെന്ന ആഗ്രഹം അത്യാഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ നശിച്ച ലോകത്തെ കാണാൻ എനിക്കിനി ആഗ്രഹമില്ല. അവൾക്ക് നേരെ അവൻ കൈകൂപ്പി. ലിവ് മീ ദിവ. ഈ പാവം കണ്ണുപൊട്ടൻ എങ്ങനെയും ഒന്ന് ജീവിച്ചോട്ടെ. ഐ ബെഗ് യു. അവനും കരയുകയായിരുന്നു. അല്പനേരം ഇരുവർക്കുമിടയിൽ വാക്കുകൾ വീർപ്പുമുട്ടി. കനമുള്ള മൗനത്തിൽ ഇരുവരുടെയും ഹൃദയസ്പന്ദനം നിലച്ചു പോകുമോ എന്നുപോലും തോന്നും.
ദിവ്യയുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ പീറ്റർ പതിയെ തൻ്റെ സ്റ്റിക്ക് ഊന്നി തിരിഞ്ഞു നടന്നു. നടത്തത്തിനിടയിൽ അവൻ കണ്ണീര് തുടച്ചു കളയുന്നത് ശ്രദ്ധിച്ച ദിവ്യയ്ക്ക് തൻ്റെ കരൾ പൊടിയുന്നത് പോലെ തോന്നി. അത്രയേറെ വിഷമത്തിൽ പോകുന്ന പീറ്ററിനെ നാളിതുവരെ അവൾ കണ്ടിട്ടില്ല. അവനെ തടയണമെന്നുണ്ടായിരുന്നു, തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നുണ്ടായിരുന്നു, സത്യങ്ങൾ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ സാധിക്കുന്നില്ല. എന്തുകൊണ്ടോ സത്യങ്ങൾ അകന്നു നിൽക്കുന്നത് പോലെ. അത് ചിലപ്പോൾ മുമ്പെങ്ങും പീറ്ററിനെ പോലെ സ്വഭാവമഹിമയുള്ള ചെറുപ്പക്കാരനെ കാണാത്തതുകൊണ്ടാവും. അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ പീറ്ററിനോടുള്ള അമിത വാത്സല്യവും സ്നേഹവുമായിരിക്കാം കാരണം. അതെ, അവനോട് തനിക്കെന്തോ പ്രത്യേകതരം ഒരിഷ്ടമുണ്ട്. അതിൻ്റെ ബലത്തിലാണ് പീറ്റർ ഇപ്പോൾ ജീവനോടെ നിലകൊള്ളുന്നത് തന്നെ. വെള്ളിടി പോലെ ദിവ്യ ആ സത്യം മനസ്സിലാക്കുകയായിരുന്നു. തൻ്റെ മനസ്സ് പീറ്ററിനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു. അവന് അറിവില്ലായിരുന്നിട്ടും ദിവ്യ പതിയെ തിരിഞ്ഞു നടന്നു, വല്ലാത്തൊരവസ്ഥയിൽ. പിറ്റേന്ന് എസ് ഐ ജഗന്നാഥനും ഡോക്ടർ ഗിരിമോഹറും തമ്മിലുള്ള ചർച്ച. എന്തു തോന്നുന്നു ഡോക്ടർ? മരിച്ച രാഘവനും സെബാൻ സാറും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ്, ഇരുവരുടെയും മരണകാരണം ഒന്നു തന്നെയാണോ? ജഗന്നാഥൻ ചോദിച്ചു. അല്ല, 2 ഓട്ടോപ്സി റിപ്പോർട്ടും പറയുന്നത് വ്യത്യസ്തമായ മരണകാരണങ്ങളാണ്. സെബാൻ സാർ മരിച്ചത് ഹൃദയസ്തംഭനം മൂലമാണ്. നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ശക്തമായ അടി കിട്ടിയതായും കാണപ്പെടുന്നുണ്ട്. പക്ഷേ രാഘവൻ്റെ മരണം അങ്ങനെയല്ല. തലയ്ക്ക് കാര്യമായ ക്ഷതമേറ്റാണ് അദ്ദേഹത്തിൻ്റെ മരണം. അതും 3 തവണ. കല്ല് പോലെയുള്ള കഠിനമായ വസ്തു ഉപയോഗിച്ചാണ് കൃത്യം ചെയ്തിരിക്കുന്നത്, ഗിരിമോഹർ പറഞ്ഞു. അപ്പോൾ ഇവ രണ്ടും കൊലപാതകം തന്നെയല്ലേ? തീർച്ചയായും. കൊലപാതകി ഒരാൾ തന്നെയാണെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്റ്റഡ് തിയറികൾ ഉണ്ടാവും. അല്ല, അതല്ല എങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കുഴയും. 2 പേരെയും കൊന്നത് വ്യത്യസ്ത 2 പേരാണെങ്കിൽ കുഴഞ്ഞത് തന്നെ, മോഹർ അഭിപ്രായം പറഞ്ഞു. ജഗന്നാഥൻ കനത്തിലൊന്നും മൂളി. ശരി ഡോക്ടർ, താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ റിപ്പോർട്ട്. ഇരുവരും കൈകൊടുത്ത് പിരിഞ്ഞു. ജഗന്നാഥൻ ബൂട്ട് ലേസ് മുറുക്കി ഇറങ്ങി തൻ്റെ പ്രാഥമിക അന്വേഷണത്തിനായി. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു തുടങ്ങി. ഇക്കാലം അത്രയും പീറ്ററിൻ്റെ മനസ്സിൽ ദിവ മാത്രമായിരുന്നു. അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതെ എല്ലാം സ്വയം തീരുമാനിച്ച നിമിഷത്തെ അവൻ ശപിക്കുകയായിരുന്നു. കടവിൽ പോകാൻ പലകുറി അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. പക്ഷേ രാഘവേട്ടൻ്റെ ദാരുണാന്ത്യത്തിൻ്റെ കേസന്വേഷണവും പുക്കാറും തന്നിലേക്ക് തിരിയുമോ എന്നുള്ള ഭയം കൊണ്ടും ദിവ്യയെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടും അതൊക്കെ അവൻ പാടെ ഉപേക്ഷിക്കുകയായിരുന്നു. വേണ്ട, ദിവ്യയെ മാക്സിമം അകന്നു നിൽക്കുന്നതാണ് നല്ലത്. ഇനിയും അവളോടടുത്താൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ താൻ അത്യാഗ്രഹിച്ചു പോകും. പാടില്ല. ദിവ്യയോട് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടത്തെ സ്വയം അവൻ മണ്ണിട്ട് മൂടുകയായിരുന്നു. ഒരു ദിവസം സ്റ്റുഡിയോയിൽ നിന്നിറങ്ങി പീറ്റർ കുറേ മുന്നോട്ട് നടന്നതും പ്രതീക്ഷിക്കാതെ മഴ പെയ്തു. ഒട്ടും ശമിക്കാത്ത മഴ. ആളുകൾ കൂട്ടമായി ഓടി ഓരോ ഇടങ്ങളിലും അഭയം പ്രാപിച്ചു. പക്ഷെ പീറ്റർ തൻ്റെ നടത്തം ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. നനഞ്ഞൊട്ടിയിട്ടും അവൻ നടത്തം തുടരവേ പെട്ടെന്നായിരുന്നു ഒരാൾ പ്രതീക്ഷിക്കാതെ അവനെ അടിച്ച് താഴെയിട്ടത്. നിലവിളിയോടെ പീറ്റർ നിലം പതിച്ചു. അടിച്ചിട്ടയാൾ അവൻ്റെ ജീൻസിൽ നിന്നും വാലറ്റ് എടുക്കാൻ ശ്രമിച്ചതും പീറ്റർ അയാളുടെ കയ്യിൽ പിടുത്തമിട്ടു. അരുത്, അത് കൊണ്ടുപോകരുത്. പൈസയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാനത് എടുത്തു തരാം. മറ്റൊന്നും കൊണ്ടുപോകരുത്. പെരുമഴ നനഞ്ഞ് പീറ്റർ യാചിച്ചു. പക്ഷെ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളുടെ ചവിട്ടായിരുന്നു അവന് മറുപടിയായി കിട്ടിയത്. ആ അമ്മേ! ഒരിക്കൽ കൂടി അവൻ നിലവിളിച്ചു. അവിടം അവരല്ലാതെ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലാത്തതിനാൽ പീറ്ററിൻ്റെ കരച്ചിൽ ആര് കേൾക്കാൻ? അയാൾ ബലമായി വാലറ്റ് കൈക്കലാക്കി ഓടി. പീറ്റർ കുതിച്ചെഴുന്നേറ്റ് ദിശയറിയാതെ ഓടാൻ ശ്രമിച്ചതും മുന്നിലെ ഇലക്ട്രിക് പോസ്റ്റിൽ തലയിടിച്ച് ഒരിക്കൽ കൂടി അവൻ നിലം പതിച്ചു. അത് കൊണ്ടുപോകരുത് പ്ലീസ്! എങ്ങോട്ടെന്നില്ലാതെ നോക്കി അവൻ യാചിച്ചതും പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. വാലറ്റുമായി ഓടിയ കൂട്ടത്തിലൊരുത്തൻ പീറ്ററിനടുത്തുള്ള ഭിത്തിയിലേക്ക് തെറിച്ചു വീണു. ആ അമ്മേ! വേദന കൊണ്ട് അയാൾ പുളഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവാതെ പീറ്റർ തറഞ്ഞു നിൽക്കവേ അവിടേക്ക് ദിവ്യയുടെ വരവായിരുന്നു. തൻ്റെ ജ്വലിച്ച കണ്ണുകളോടെ അവൾ ഓരോരുത്തരെയായി പെരുമാറി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പീറ്റർ തരിച്ചു നിന്നു. അവനെ ഉപദ്രവിച്ച കള്ളന്മാർ ഓരോരുത്തരായി അവൻ്റെ കാൽക്കൽ തന്നെ വീഴുകയാണ്. ആരോ അവരെ പെരുമാറുന്നുണ്ട്, പീറ്റർ ഉറപ്പിച്ചു. എടി! അലർച്ചയോടെ മറ്റൊരുത്തൻ ദിവ്യയ്ക്ക് നേരെ കൈ വീശിയതും അവൾ അവൻ്റെ ആ കൈ പിടിച്ച് പിന്നോക്കം ഒടിച്ചു നിർത്തി. അമ്മേ! എന്ന് നിലവിളിച്ച് അയാൾ ഓടിമറിഞ്ഞു. പെരുമഴയിൽ ദിവ്യയുടെ അത്യുഗ്രൻ പ്രകടനം. കൂട്ടത്തിലുള്ള വേറൊരുത്തൻ പീറ്ററിന് വാലറ്റ് തിരികെ കൊടുത്തു. ഭായ്, ക്ഷമിക്കണം, അറിയാതെ സംഭവിച്ചതാണ്. ഇനി ഇത് ആവർത്തിക്കില്ല. വല്ല വിധേനയും പറഞ്ഞൊപ്പിച്ച് വാലറ്റ് പീറ്ററിന് കൊടുത്ത് അയാൾ ജീവനും കൊണ്ട് പാഞ്ഞു. ഒപ്പം കൂട്ടാളികളും. അപ്പോഴും അല്പം പോലും ശമിക്കാതെ മഴ കനക്കുകയായിരുന്നു.
ദിവയും പീറ്ററും തുള്ളി മുറിയാതെ എല്ലാം നിന്നുകൊണ്ടു. ആരാ അത്, ദിവയാണോ? പീറ്റർ സംശയത്തോടെ ചോദിച്ചു. അവൾ മൂളി. അപ്പോൾ ഇത്രയും നാൾ നീ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ദിവ തലയാട്ടി. പതിയെ പീറ്റർ അവൾക്കടുത്തേക്ക് ചെന്ന് നിന്നു. അവളും അത് ആഗ്രഹിക്കുന്നത് പോലെ. വിറയാർന്ന കൈകൊണ്ട് പീറ്റർ അവളുടെ മുടിയിഴകളിൽ മെല്ലെ വിരലോടിച്ചു. ദിവ, ഹൃദ്യമായി അവൻ വിളിച്ചു. പീറ്റർ, തിരിച്ചവളും. നിന്നെ എനിക്കൊന്ന് കാണണം ദിവ, ഒരു തവണ, ഒരൊറ്റ തവണത്തേക്ക് മാത്രം. അവൻ്റെ ശബ്ദമിടറി. ചുണ്ടുകൾ വിറയ്ക്കുകയായിരുന്നു. പീറ്റർ, നിസ്സഹായതോടെ അവൾ വിളിച്ചു. എൻ്റെ ആഗ്രഹം നടക്കില്ല അല്ലേ? അതിനവൾക്ക് മറുപടിയില്ലായിരുന്നു. പക്ഷെ ഒന്നുണ്ടായി. പീറ്ററിന് നനഞ്ഞ അധരങ്ങളെ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവൾ ഒപ്പിയെടുത്തു. ദിവയിൽ നിന്നും പ്രതീക്ഷിക്കാതെയോ പ്രതീക്ഷിച്ചോ പീറ്ററിന് കിട്ടുന്ന ആദ്യ ചുടുചുംബനമായിരുന്നത്. നിറഞ്ഞ മനസ്സോടെ അവൻ ആ ചുംബനത്തെ വരവേറ്റു. ദിവയെ അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നനഞ്ഞൊട്ടി അവളുടെ മാറ് അവൻ്റെ നെഞ്ചിലമർന്നു. താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പക്ഷേ തൻ്റെ മനസ്സിൽ ആദ്യമായി അനുരാഗം തോന്നുന്നത് ദിവയോടാണ്. ദിവയെ ഉപേക്ഷിച്ച് കളയാൻ താൻ ഒരുക്കമല്ല, പീറ്റർ ഓർത്തു. നിർത്താതെ പെയ്യുന്ന പെരുമഴയിൽ ലയിച്ച് പരിസരം മറന്നുപോലും ഇരുവരും ചുംബനം കൈമാറി പ്രണയിക്കുകയായിരുന്നു. ദിവയെ പീറ്റർ കൂടുതൽ പ്രണയിക്കുകയായിരുന്നു. അവളോടൊപ്പമുള്ള മധുരമൂർന്ന ഓരോ നിമിഷങ്ങളെയും കൈവിടാൻ അവൻ തയ്യാറല്ലായിരുന്നു. ദിവയ്ക്ക് തിരിച്ചും അങ്ങനെ തന്നെ. വരാൻ പോകുന്ന വിപത്തിനെ കാറ്റിൽ പറത്തി അവൾ പീറ്ററിനെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഇതുവരെ അനുഭവിക്കാത്ത അനുരാഗമെന്ന തേൻ വികാരത്തെ പീറ്ററിലൂടെ അവൾക്ക് കിട്ടുകയായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ജഗന്നാഥൻ തൻ്റെ അന്വേഷണം പല വഴികളായി തിരിച്ചുവിട്ട് മുന്നോട്ട് നീങ്ങി. പീറ്റർ പഴയതുപോലെ കടവിൽ വരാനും ദിവയ്ക്ക് വേണ്ടി സംഗീതം ആലപിക്കാനും തുടങ്ങി. മുൻപ് പലകുറി അവൻ അവൾക്ക് നൽകിയ സംഗീതത്തിൽ കയ്പൻ കരാറാണ് കലർന്നതെങ്കിൽ ഇന്നത് മധുരമൂറുന്ന അനുരാഗം നിറഞ്ഞു തുളുമ്പുന്നതാണ്. പീറ്ററിനെ ഇറുകിപ്പുണർന്ന് കണ്ണുകൾ കൂമ്പിയടച്ച് അവൾ ആ സ്വരമാധുര്യത്തിൽ ലയിച്ചു ചേർന്നു. ഇരുവരുടെയും പ്രണയം കടവിലും മറ്റുമൊക്കെയായി നീളവേ ഒരു ദിവസം ഫ്ലാറ്റിൽ. ഡാ, നീ വരുന്നില്ലേ? ഇന്ന് രേഷ്മയുടെ മാരേജ് റിസപ്ഷനാണ്. നന്നായി ഒരുങ്ങുന്നതിനിടെ ക്ലാര പീറ്ററിനോട് ചോദിച്ചു. ക്ലാരയുടെ ഫ്രണ്ട് ആശയുടെ മകളാണ് രേഷ്മ. ഞാൻ വരണോ അമ്മ? എനിക്കെന്തോ ഒരു മടി പോലെ. പീറ്റർ മുഷിപ്പ് പ്രകടിപ്പിച്ചു. ഇതെന്നാ വർത്താനമാടാ? നമ്മൾ രണ്ടുപേരോട് വരണമെന്നല്ലേ ആശ പറഞ്ഞത്? പിന്നെ നിനക്കിതെന്നാ പറ്റി? ക്ലാര ചോദിച്ചു. അമ്മ പോയേച്ചും വാ അമ്മ. ഒരു പരിപാടിക്ക് വരാനുള്ള അവസ്ഥയിലല്ല ഞാൻ. അതെന്നാന്നാ ഞാൻ ചോദിച്ചത്. ഓ ഈ അമ്മ, എനിക്കൊന്നുമില്ലമ്മ, അമ്മ പോയേച്ചും വാ, ശാഠ്യത്തോടെ അവൻ പറഞ്ഞു. എന്നാ ഞാനും പോകുന്നില്ല, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ ഇരിക്കാം. നിരാശയോടെ ക്ലാര അടുത്ത് കണ്ട കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. അമ്മ എന്തിനാ പോകാതിരിക്കുന്നേ? അമ്മ പൊക്കോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ തനിച്ചിരുന്നോളാം. അമ്മ തിരിച്ചു വരുന്നത് വരെ ഞാനിവിടെ ഇരുന്നോളാം. ഉറപ്പാണോ? ക്ലാര ചോദിച്ചു. ആ, ഉറപ്പ്. എങ്കിൽ ഞാൻ പോയേച്ചും വരാം. ചിലപ്പോൾ ഞാൻ വരാൻ അല്പം ലേറ്റാവും. ആശയുടെ വീട്ടിലേക്ക് പോയാൽ. ഞാൻ വരാൻ എത്ര വൈകിയാലും നീ ഈ ഫ്ലാറ്റ് വിട്ട് എങ്ങോട്ടും പോകരുത്, കേട്ടല്ലോ? ആ അമ്മ, കേട്ടു. ഞാൻ എവിടേക്കും തിരിയില്ല, പോരെ? പീറ്റർ വാക്കുകൊടുത്തു. ക്ലാര അവൻ്റെ മുടി ചിക്കി പരത്തി ഒന്ന് പുഞ്ചിരിച്ചു പറഞ്ഞു. എങ്കിൽ അമ്മച്ചി പോയേച്ചും വരാവേ. അവനും ഒന്ന് പുഞ്ചിരിച്ചെന്ന് വരുത്തി. അല്ല, അമ്മ എങ്ങനെയാ പോവുക? ഓ, ആശ ഇവിടേക്ക് വണ്ടി അയക്കാമെന്ന് പറഞ്ഞു. കതക് തുറക്കുന്നതിനിടെ ക്ലാര പറഞ്ഞു. എവിടേക്കും പോകാതെ ഇരിക്കണേ മോനെ. മകനോട് ഒരിക്കൽ കൂടി പറഞ്ഞ് ക്ലാര കതകടച്ച് അപ്പാർട്ട്മെൻറ്റ് ഇറങ്ങി അകന്നു. അമ്മ പോയെന്ന് ഉറപ്പ് വരുത്തിയ പീറ്റർ കതക് അകത്തുനിന്നും ബോൾട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് ചുവടുകൾ വെച്ചു. ഒരു കുപ്പി വെള്ളം കുടിക്കവെയാണ് എന്തോ തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദം അവൻ കേട്ടത്. ആരാ അത്? ഞെട്ടലോടെ അവൻ ചോദിച്ചു. ആരാ അവിടെ? ഒരിക്കൽ കൂടി അവൻ ചോദിച്ചു. മെയിൻ ഡോർ പൂട്ടിയിരിക്കുകയാണെന്ന് ഉറപ്പ് വരുത്തി അവൻ തിരിയവേ പെട്ടെന്നായിരുന്നു അതുണ്ടായത്. പ്രതീക്ഷിക്കാതെ ആരോ അവനെ കയറി പിടിച്ച് ഭിത്തിയിൽ ചാരി നിർത്തി. അയ്യോ! പീറ്റർ നിലവിളിക്കാൻ തുനിഞ്ഞതും അവൻ്റെ വാ കയറി പിടിച്ച് അയാൾ പൊത്തുകയായിരുന്നു. ഡാ പൊട്ടക്കണാപ്പാ, ഇത് ഞാനാ. ദിവ? അത്ഭുതത്തോടെ അവൻ ചോദിച്ചു. അതെ, ദിവയാണ്, അവൾ പറഞ്ഞു. ഷോ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ. കതകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണല്ലോ, പിന്നെ എങ്ങനെ നീ? പീറ്ററിൽ നിന്നും പിടുത്തം ഒഴിവാക്കി അവൾ തിരിഞ്ഞു.
നിനക്കറിയാലോ ഈ ദിവയെ. ദിവ എവിടെയും എത്തും, ഒരു കാറ്റെന്ന പോലെ. കാറ്റിന് ഒന്നും തടസ്സമല്ല, ബോൾട്ട് ചെയ്യപ്പെട്ട ഡോറ് പോലും. അവൻ മൂളി. അല്ല, അമ്മച്ചി എവിടെ? അവൾ ചോദിച്ചു. അമ്മച്ചി ഒരു മാരേജ് ഫംഗ്ഷന് പോയതാ. എന്നിട്ട് നീ പോയില്ലേ? ഇല്ല. എന്തു പറ്റി? എന്തോ ഒരു മുഷിപ്പ് പോലെ, അവൻ പറഞ്ഞു. മുഷിപ്പോ? എന്തിന്? ആവോ. ഇരുതോളം ഉയർത്തി താഴ്ത്തി അവൻ പറഞ്ഞു. എങ്കിൽ നിന്റെ മുഷിപ്പ് മാറ്റിയിട്ട് തന്നെ ബാക്കി കാര്യം, ദിവ പറഞ്ഞു. അതെങ്ങനെ? പീറ്റർ നെറ്റി ചുളിച്ചു. അതൊക്കെ ഉണ്ട്, നീ വാ, നമുക്ക് കടവിലേക്ക് പോകാം. അയ്യോ, ഞാനില്ല. അമ്മ പറഞ്ഞിരിക്കുന്നത് എങ്ങോട്ടും പോകാതെ ഇവിടെ ഇരിക്കണമെന്നാ. പീറ്റർ ചിണുങ്ങി. ഓ പിന്നെ, അമ്മയുടെ ഒരു പുന്നാര പുത്രൻ വന്നിരിക്കുന്നു. എന്നിട്ട് എൻ്റെ ചുണ്ട് കടിച്ച് പൊട്ടിച്ചപ്പോൾ നീ അമ്മയെ ഓർത്തില്ലല്ലോ? എളിക്ക് കൈ കൊടുത്ത് അവൾ ചോദിച്ചു. പീറ്റർ ഒന്ന് ഇളിച്ചു കാണിച്ചു. അത് പിന്നെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെയെങ്കിലും അമ്മയെ ഓർക്കുവോ? വിക്കലോടെ അവൻ ചോദിച്ചു. അവൻ്റെ കോളറിൽ പിടുത്തമിട്ട് അവൾ ഭിത്തിയിലേക്ക് ചാരി നിർത്തി. ദേ ചെക്ക, വേഷം കെട്ടെടുക്കരുത്. കടവിൽ പോയി നമുക്ക് കുറച്ചു നേരം ഇരിക്കാം. അമ്മച്ചി വരുന്നതിന് മുമ്പ് തിരിച്ചു പോരുകയും ചെയ്യാം. പ്രോമിസ്? അവൻ ചോദിച്ചു. ആടാ പൊട്ടങ്കളാപ്പാ. പീറ്ററിൻ്റെ മൂക്കിൽ ഒരു തട്ട് കൊടുത്ത് അവൾ പറഞ്ഞു. അമ്മിണിക്കടവ്. പീറ്ററിൻ്റെ തോളിൽ തല ചായ്ച്ചിരുന്ന അവൾ ഏറെ നേരം പുഴയിലേക്ക് നോക്കിയിരുന്നു. പീറ്റർ, അവൾ വിളിച്ചു. പീറ്റർ മൂളി. അന്നൊരിക്കൽ നീ എന്നോട് ചോദിച്ചില്ലേ ആകാശത്തെ അപൂർവ പ്രതിഭാസം എന്താണെന്ന്? അവൻ വീണ്ടും മൂളി. താരാപഥത്തിൻ്റെ ആ മനോഹാരിതയെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? കാഴ്ചയില്ലാത്ത ഞാൻ അതൊക്കെ എങ്ങനെ കാണാനാണ് ദിവ? പീറ്റർ ചോദിച്ചു. നിനക്ക് കാഴ്ചയുണ്ടായാലും അത് കാണാൻ സാധിക്കില്ല പീറ്റർ. സാധാരണ മനുഷ്യർക്കൊന്നും കാണാൻ പറ്റാത്തത്ര ദൂരത്തിലാണത്. ആകാശത്തെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിദൂരതയിൽ കാണപ്പെടുന്ന ആ പ്രപഞ്ചത്തെ നിനക്ക് കാണാൻ സാധിച്ചാൽ അതിൽ പരം ഭാഗ്യം നിനക്ക് കിട്ടാനില്ല. നിനക്കത് അനുഭവിച്ചറിയണോ പീറ്റർ? വേണം ദിവ, വേണം. ആ ഭാഗ്യം എനിക്ക് വേണം, ആകാംക്ഷയോടെ അവൻ പറഞ്ഞു. പീറ്ററിൻ്റെ തോളിൽ നിന്നും തലയെടുത്ത് അവൾ അവനെ ഒന്ന് നോക്കി. ഏകാഗ്രതയോടെ കണ്ണടച്ചിരിക്കൂ പീറ്റർ. ഞാൻ പറയാതെ നീ മിഴികൾ തുറക്കരുത്. ദിവ പറഞ്ഞതനുസരിച്ച് അവൻ അതുപോലെ ചെയ്തു. അല്പനേരം കഴിഞ്ഞതും അവൻ്റെ നെറ്റിയിന്മേൽ ദിവ തൻ്റെ നെറ്റിത്തടം ചേർത്ത് പിടിച്ചു. പീറ്റർ മെല്ലെ മോഹലസത്തിലേക്ക് വഴുതി വീണു. അവൻ എഴുന്നേറ്റത് മറ്റൊരു ലോകത്തായിരുന്നു. താരാപഥമെന്ന വർണ്ണശബളമായ മനോഹാരിതയിൽ അവൻ ഒഴുകി നീങ്ങി. ചുറ്റും പല വർണ്ണങ്ങളാൽ ചുറ്റപ്പെട്ട വലയം. വാൽ നക്ഷത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കുതിച്ചു പായുന്നതും തൊട്ടടുത്തെന്ന പോലെ അവൻ കണ്ടു. ഭാര്യ എറിഞ്ഞെന്ന പോലെ നിലകൊള്ളുന്ന അനേകായിരം താരകങ്ങൾ. അവയിലൂടെയും ഒക്കെ അവൻ ഒഴുകുകയായിരുന്നു. എത്ര കണ്ടും മതി വരാതെ കൺകുളിർക്കിയ കാഴ്ചകൾ കണ്ടു നീങ്ങവേ പിന്നിൽ നിന്നും ഒരു വിളി ഉയർന്നു. മോനെ. അവൻ തിരിഞ്ഞു നോക്കി. പ്രകാശപൂരിതമായി നിലകൊള്ളുന്ന ആ രൂപത്തെ കണ്ട് അവൻ അറിയാതെ വിളിച്ചു. അച്ഛൻ, അച്ഛാ. അദ്ദേഹം തൻ്റെ മകനെ നോക്കി പുഞ്ചിരിച്ചു. അച്ഛാ, എന്തിന് ഞങ്ങളെ തനിച്ചാക്കി പോയി? മിഴികൾ തുളുമ്പി അവൻ ചോദിച്ചു. മറുപടി എന്നോണം വീണ്ടും അദ്ദേഹം മനോഹരമായി പുഞ്ചിരിച്ചു. ശേഷം തുടർന്നു. ഓരോ വിധികൾക്കനുസരിച്ച് പാവക്കൂത്തെന്ന പോലെ ആടുകയാണ് മകനെ നാം ഓരോരുത്തരും. നമ്മുടെയൊക്കെ കടിഞ്ഞാൺ മറ്റൊരു വലിയ ശക്തിയുടെ കൈകളിലാണ്. മനുഷ്യരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആ ശക്തിയുടെ ചലനങ്ങൾക്കനുസരിച്ചാണ് നാം ഓരോരുത്തരും ആടുന്നത്. ഓരോരുത്തരുടെയും ആ ചലനങ്ങൾ ആ അദൃശ്യ ശക്തി നിർത്തുമ്പോൾ നമ്മളും നിശ്ചലമാകും. മരണമെന്ന നിശ്ചലാവസ്ഥയിലേക്ക് നാം എല്ലാം നീങ്ങും. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അവൻ ശ്രദ്ധ ചെലുത്തി. നിന്റെ അമ്മച്ചിയെ ഒരു വിധത്തിലും മോൻ വേദനിപ്പിക്കരുത്. ജീവിതത്തിൽ ഇന്നേ വരെ കഷ്ടതകളും യാതനകളും മാത്രമേ അവൾക്കുണ്ടായിട്ടുള്ളൂ. എൻ്റെ വേർപാടിൽ തകർന്നു പോയ നിന്റെ അമ്മച്ചിയെ പിടിച്ചു നിർത്തിയത് നിഷ്കളങ്കമായ നിന്റെ മുഖമാണ്. നിനക്ക് വേണ്ടി മാത്രമാണ് അവൾ ജീവിക്കുന്നത് തന്നെ. അവളെ നീ ഒരിക്കലും വിഷമിപ്പിക്കരുത്. ഇല്ലച്ചാ, അമ്മയെ ഒരു തരത്തിലും ഞാൻ വിഷമിപ്പിക്കില്ല, കണ്ണീര് തുടച്ച് അവൻ പറഞ്ഞു. മോനെ. അദ്ദേഹം പതറി വിളിച്ചു. അച്ഛാ. അവൻ്റെ ശബ്ദവും ഇടറി. നിന്നെ കണ്ട് കൊതി തീരും മുന്നേ അച്ഛന് വിട പറയേണ്ടി വന്നല്ലോ അച്ഛാ. പീറ്ററിൻ്റെ കണ്ണുനീർത്തുള്ളികൾ ധാരയായി താഴേക്ക് ചാലിട്ടു. ഇരുവരും നിറമിഴികളോടെ അല്പനേരം കൂടി പരസ്പരം നോക്കി നിന്നു. കണ്ണുകൾ കൊണ്ട് അവർ ഇരുവരും എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. അല്പനേരവും കടന്നുപോയി. അവൻ നോക്കി നിൽക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന വലിയൊരു പ്രകാശം അവിടെ ഉത്ഭവപ്പെട്ടു. ആ പ്രകാശത്തിൽ അദ്ദേഹം മാഞ്ഞു പോകുന്നത് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും അവന് സാധിക്കുന്നില്ല.
അച്ഛാ, അച്ഛാ, പീറ്റർ വിളിച്ചു നോക്കി. ഇല്ല, തൻ്റെ അച്ഛൻ അവിടെ എങ്ങുമില്ല. അച്ഛാ, അവസാനമെന്നോണം ഒരിക്കൽ കൂടി വിളിച്ചവൻ തേങ്ങിക്കരഞ്ഞു. പീറ്റർ, പീറ്റർ, ദിവ അവനെ കുലുക്കി വിളിച്ചു. മെല്ലെ അവൻ തൻ്റെ കുതിർന്ന മിഴികൾ തുറന്നു. ദിവ, പതർച്ചയോടെ പീറ്റർ വിളിച്ചു. ദിവ മൂളി. ഞാൻ കണ്ടു ദിവ, എൻ്റെ അച്ഛനെ. അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്ന കരുതലുകൾ ഞാൻ അറിഞ്ഞു ദിവ, നിറമിഴികളോടെ അവൻ പറഞ്ഞു. ഒരിക്കൽ കൂടി അവൾ മൂളി. പീറ്റർ മെല്ലെ അവളുടെ മുടിയിഴകളിൽ വിരലോടിച്ചു. താങ്ക്സ് ദിവ, താങ്ക്സ് എലോട്ട്. ഇത്രയും മനോഹരമായ കാഴ്ചകൾ എനിക്ക് കാണിച്ചു തന്നതിന്, എൻ്റെ അച്ഛനോട് സംസാരിക്കാൻ കഴിഞ്ഞതിന്. പീറ്റർ, ഹൃദ്യമായി അവൾ വിളിച്ചതും അവൻ മെല്ലെ തൻ്റെ മുഖം ദിവയിലേക്ക് അടുപ്പിച്ചു. കുതിച്ചു പായുന്ന ഹൃദയമിടിപ്പോടെ ദിവയുടെ അധരങ്ങളെ അവൻ ഒപ്പിയെടുത്തു. മിഴികളടച്ച് ആ ചുംബനത്തെ നിറഞ്ഞ മനസ്സോടെ അവൾ വരവേൽക്കുകയായിരുന്നു. ഫ്ലാറ്റിലെത്തി അമ്മയില്ലാത്ത നേരം മുതലെടുത്ത് പീറ്ററും ദിവയും പരസ്പരം പ്രണയിക്കുകയായിരുന്നു. നിർത്താതെ പെയ്യുന്ന പെരുമഴയായിരുന്നു പ്രകൃതി ഇരുവർക്കും ചൊരിഞ്ഞുകൊടുത്ത അനുഗ്രഹത്തിൻ്റെ സൂചന. ഒടുവിൽ 4 ചുവരുകൾക്കുള്ളിൽ എല്ലാം കെട്ടടങ്ങി. പ്രകൃതിയും തൻ്റെ താണ്ഡവം നിർത്തി. നനഞ്ഞു കുതിർന്ന ചെടികളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും മഴത്തുള്ളികൾ താഴേക്കിറ്റിട്ടു. എല്ലാം ശാന്തം. ഭൂമിയാകെ വലിയൊരു പൊട്ടിത്തെറിയോടെ പ്രകമ്പനത്തിൽ മുഴങ്ങി. ജനങ്ങളെല്ലാം കാര്യമറിയാതെ നെട്ടോട്ടം ഓടുന്നു. ഓരോ ഭാഗത്തും വലിയ വലിയ പൊട്ടിത്തെറികൾ. ആളുകൾ കൂട്ടത്തോടെ കത്തി അമരുന്നു. ഇവയ്ക്കൊക്കെ ഭീതി കൂട്ടാൻ കാതടപ്പിക്കുന്ന വലിയ ശബ്ദവും ഖ്രാ. പീറ്ററിൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടക്കുന്ന ദിവ കണ്ണുകൾ തുറന്നു. അതെ, അമ്മ പറഞ്ഞുപോയ ആ മഹാവിപത്ത് ഭൂമിയോട് അടുക്കുകയായി. ഭയത്തോടെ അവൾ ചിന്തിച്ചു. ഇനി ഏതാനും നാളുകൾ മാത്രം. ദിവയുടെ മുഖം അസ്വസ്ഥതയാൽ മൂടപ്പെട്ടു. പതിയെ അവൾ എഴുന്നേറ്റിരുന്ന് ആലോചനയിൽ പൂണ്ടു. അല്പനേരം കഴിഞ്ഞതും പീറ്ററും ഉണർന്നു. അവൾ തനിക്കരികിലില്ലെന്ന് മനസ്സിലാക്കി അവൻ മെല്ലെ വിളിച്ചു നോക്കി. ദിവ. അവൾ മൂളി. ജനലരികിൽ നിന്ന് പുറത്തെ ആകാശത്തെ വിദൂരതയിൽ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. ആഹാ, താൻ ഇവിടെ നിൽക്കുകയാണോ? പുതപ്പുമായി പുറകെ വന്ന് അവൻ അവളെ ഹൃദ്യമായി പുണർന്നു. ഇരുവരും ഒരു പുതപ്പിനുള്ളിൽ അല്പനേരം നിന്നു. എന്തുപറ്റി? നഗ്നമായി അവളുടെ തോളിൽ ചുംബിച്ച് പീറ്റർ ചോദിച്ചു. പീറ്റർ. ആകാശത്തു നിന്നും കണ്ണെടുക്കാതെ അവൾ വിളിച്ചു. പീറ്റർ വിളി കേട്ടു. നീ ഓർക്കുന്നുണ്ടോ പീറ്റർ, അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്? എന്ത്? ചില സമയങ്ങൾ സത്യമറിയിക്കാനുള്ളതാണ്. ആകാശത്തെ അപൂർവ പ്രതിഭാസം സൂചിപ്പിക്കുന്നത് അതാണെന്നൊക്കെ. അതെ, അതിനിപ്പോൾ എന്താ? അവൻ നെറ്റിച്ചുളിച്ചു. ഞാൻ ആരാണ്, എന്താണ് എന്നൊക്കെ നിനക്കറിയണ്ടേ പീറ്റർ? അവൾ ചോദിച്ചു. ഇനി എനിക്കത് അറിയണമെന്നില്ല ദേവ. നിന്നോടൊപ്പം എനിക്കെന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതി, അവൻ പറഞ്ഞു. അങ്ങനെയല്ല പീറ്റർ, നീ അറിയണം എല്ലാം. ഞാൻ എന്താണ്, ഏതാണ് എന്നെല്ലാം നീ അറിയണം. ഇപ്പോഴും അതിനുള്ള സമയമായിട്ടില്ല. പക്ഷേ ഇനിയും ആ സത്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിൽ അത് കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് വന്നു ചേരും. ദിവ പറഞ്ഞു വരുന്നത്? സംശയത്തോടെ പീറ്റർ ചോദിച്ചു. അതെ പീറ്റർ, ഇനി ഏതാനും നാളുകൾ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വലിയൊരു ദുരന്തം വരും. അതിനു മുന്നേ എല്ലാ സത്യങ്ങളും നീ അറിയണം. ദിവ, നീ ഇതെന്തൊക്കെയായി പറയണേ? പീറ്ററിൻ്റെ ചോദ്യം കേട്ടതും അവൾ അവനിൽ നിന്നും കുറച്ചല്പം അകന്നു നിന്നു. നാളെ നീ കടവിൽ വരണം പീറ്റർ. എനിക്ക് നിന്നോട് ചില സത്യങ്ങൾ പറയാനുണ്ട്. ദിവ, അവൻ വിളിച്ചു. അതെ പീറ്റർ, നീ എത്തണം നാളെ. അത്രയും പറഞ്ഞ് അവൾ എങ്ങോ അപ്രത്യക്ഷമായി. ദിവ, പീറ്റർ വിളിച്ചു നോക്കി. മറുപടിയില്ലെന്ന് മനസ്സിലായ അവൻ ദിവ മുറിയിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് മനസ്സിലാക്കുകയായിരുന്നു. ദിവ പറഞ്ഞതനുസരിച്ച് പീറ്റർ കടവിലെത്തി. സന്ധ്യയിൽ നിന്നും ഇരുളിലേക്ക് ചലിച്ചു തുടങ്ങിയ നേരം. ദിവ, അവൻ വിളിച്ചു നോക്കി. അല്പസമയം കഴിഞ്ഞതും പിന്നിൽ നിന്നും തന്നെ ആരോ വട്ടം പുണരുന്നു എന്ന് മനസ്സിലാക്കിയ പീറ്റർ അത് ദിവ്യയാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. നീ എത്തിയോ പീറ്റർ? മൃദുവായി അവൾ അവൻ്റെ കാതിൽ മന്ത്രിച്ചു. എന്നോട് ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട്? പീറ്റർ ചോദിച്ചു. ഒന്ന് മൂളി അവൾ അവനിൽ നിന്നും അല്പം അകന്നു നിന്നു. ദിവയുടെ ആ മൂളലിൽ നിരാശയും സങ്കടവും നിഴലിക്കുന്നതായി പീറ്റർ ഉൾക്കാഴ്ചയിലൂടെ കാണുകയായിരുന്നു. എന്തു പറ്റി? അവൻ ചോദിച്ചു. നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് പീറ്റർ? ഒന്ന് പുഞ്ചിരിച്ചെന്ന് വരുത്തി അവൾ ചോദിച്ചു. അതെനിക്ക് വർണ്ണിക്കാനോ വിശദീകരിക്കാനോ കഴിയില്ല ദിവ. എത്രത്തോളമെന്ന് നീ ഊഹിക്കുന്നുവോ അതിൻ്റെ ഇരട്ടിയിലധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പീറ്റർ പറഞ്ഞു.
എന്തുകൊണ്ട് എന്നെ? ഇതേ അനുരാഗം തന്നെയല്ലേ മഞ്ജുവും നിന്നോട് കാണിച്ചത്? എന്നിട്ട് എന്തുകൊണ്ട് നിനക്ക് മഞ്ജുവിനോട് ഇത്തരത്തിൽ തോന്നിയില്ല? അവൾ ചോദിച്ചു. അതിനെൻ്റെ പക്കൽ ഉത്തരമില്ല ദിവ. പക്ഷേ മഞ്ജുവിനോട് മനസ്സ് പായുന്നതിനേക്കാൾ കൂടുതൽ നിന്നിലേക്ക് എൻ്റെ ഹൃദയം ചാഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമായി പറയാൻ എനിക്ക് കഴിയുന്നില്ല. എന്തേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? നീ നീ എന്നിൽ നിന്ന് അകന്നു പോവുകയാണോ ദിവ? ശബ്ദമിടറിയുള്ള പീറ്ററിൻ്റെ ചോദ്യം അവളുടെ ചങ്കിലൂടെ ഒരു വാളെന്ന പോലെ പാഞ്ഞു. പീറ്ററിനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ദിവ്യയുടെ മിഴികൾ ആ നിമിഷം അതോർത്ത് തുളുമ്പുകയായിരുന്നു. പക്ഷേ സത്യങ്ങൾ അവൻ അറിയണം. അവൾ തീർച്ചപ്പെടുത്തി. എന്ത് പറ്റി ദിവ? എന്തിനാ നീ ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എന്തിനാ എന്നോട് നീ ഇവിടെ വരാൻ പറഞ്ഞത്? പീറ്റർ ചോദ്യം ഓരോന്നായി അവൾക്ക് നേരെ തൊടുത്തു. പറയാം പീറ്റർ, ഞാൻ എല്ലാം പറയാം. ഞാൻ ആരാണ്, എന്താണ് എന്നൊക്കെയുള്ള എല്ലാ സത്യങ്ങളും നിന്നോട് പറയാം. എന്താണ് അവൾ പറഞ്ഞു വരുന്നത് എന്നറിയാനായി അവൻ കാതോർത്തു നിന്നു. ഈ കടവിൽ നിന്നും തുടങ്ങിയത് ഇവിടെ വെച്ച് തീരണം. ദിവ പറഞ്ഞതും പീറ്റർ നെറ്റി ചുളിച്ചു. ഈ ഭൂമിയും ഗ്രഹങ്ങളും സൗരയൂഥവും അല്ലാതെ മറ്റൊരു ലോകമുണ്ട് പീറ്റർ. കഠിനമായ നിയമങ്ങളുടെ ചങ്ങല കോർത്തിണക്കി അതിനെ മാത്രം ആശ്രയിച്ച് അനുസരിച്ചു പോകുന്ന വിചിത്രമായ മറ്റൊരു ലോകം. അവിടെ കരുണയില്ല, സഹതാപമില്ല, സത്യങ്ങളില്ല, നന്മകളില്ല. ഉള്ളത് ചതിയും വഞ്ചനയും നുണയും തിന്മകളും മാത്രം. മനുഷ്യ സങ്കല്പത്തിനേക്കാൾ കൂടുതൽ വിചിത്രമായ അനേകായിരം രൂപങ്ങളാണ് അവിടെ വാഴുന്നത്. ആ വിചിത്ര രൂപങ്ങൾ തങ്ങളുടെ നിയമം പിന്തുടർന്ന് കരുണയില്ലാതെ ജീവിക്കുന്നു. ഏതാണ് ആ ലോകം? ആരാണ് ഇവരൊക്കെ? ആകാംക്ഷയോടെയും അതിലുപരി ഭീതിയോടെയും പീറ്റർ ചോദിച്ചു. ആ ചോദ്യത്തിന് അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ ഉത്തരം പറഞ്ഞു. അതാണ് നരകം, ദി ഹെൽ. ദിവ! ഞെട്ടലോടെ അവൻ വിളിച്ചു. അതെ പീറ്റർ, സത്യം നീ ഉൾക്കൊള്ളണം. ഞാനൊരു അസുരവിത്താണ്. എല്ലാം സർവനാശമാക്കുന്ന മഹാവിപത്താണ് ഞാൻ. ദിവ! പതർച്ചയോടെ അവൻ വിളിച്ചു. അവൾ തുടർന്നു. ഒരിക്കൽ നീ എന്നോടൊരു കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ പീറ്റർ? ഒരു രാജ്യത്തെ എല്ലാവരും ഭ്രാന്തരാവുന്ന കഥ. അന്നാട്ടിലെ രാജാവും കുടുംബവും ആ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കുകയും അതോടെ പ്രജകൾക്കൊപ്പം രാജാവും കുടുംബവും ഭ്രാന്തരായി മാറുകയും ചെയ്യുന്നു. കഥയെ മനോഹരമാക്കാൻ നീ ഒരു തത്വവും കൂട്ടി യോജിപ്പിച്ചു. മുന്നോട്ട് തിരിഞ്ഞിരിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ ആരാണോ പിന്നോക്കം തിരിഞ്ഞിരിക്കുന്നത് അവനെ ജനം ഭ്രാന്തനെന്ന് വിളിച്ചു. എന്നാൽ അവൻ എന്താണ് പറയാനുള്ളതെന്ന് അവർ അന്വേഷിക്കുന്നില്ല താനും. അതുപോലെ ഒരു അവസ്ഥയായിരുന്നു പീറ്റർ എനിക്ക്. വിചിത്രമായ, കരുണയില്ലാത്ത, അജണ്ടയും നിയമവും ഉൾക്കൊള്ളാനാവാത്ത അവൾ ആ ലോകത്ത് തനിച്ചായിരുന്നു. എന്നാൽ അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള കരുണ അവിടുത്തെ പ്രജകളും ഭരണാധികാരിയും കാണിച്ചില്ല. എന്നാൽ അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള കരുണ അവിടുത്തെ പ്രജകളും ഭരണാധികാരികളും കാണിച്ചില്ല. സാത്താൻ എന്ന ഭരണചക്രവർത്തി ഏകാധിപതിയായി വാഴുന്ന നരകമെന്ന മഹാസാമ്രാജ്യത്തെ മറ്റൊരു ഭൂഖണ്ഡമാണ് നെർഗൽ. നെർഗലിൽ പക്ഷേ മറ്റൊരു മഹാറാണി ഉണ്ടായിരുന്നു. സാത്താൻ്റെ പാത അതേപടി പിന്തുടരുന്ന മൊലോത്ത് എന്ന നാമമുള്ള മഹാറാണി. മൊലോത്തിൻ്റെ 12 മക്കളിൽ ഏറ്റവും ഇളയവൾ. അവളാണ് ദിവ. ദിവ! വെള്ളിടി പോലെ പീറ്റർ വിളിച്ചു. അപ്പോൾ നീ? അതെ പീറ്റർ, ആ നരകത്തിലെ മഹാറാണിയുടെ മകളാണ് ഞാൻ, ആ രാജ്യത്തെ രാജകുമാരി. ദിവ്യയുടെ വാക്കുകൾ കേട്ടുനിന്ന പീറ്റർ ഉൾക്കിടിലം എന്ന പോലെ അടുത്ത് കണ്ട പാറയിലിരുന്നു. അവൻ്റെ അവസ്ഥ കണ്ട ദിവ പക്ഷെ തൻ്റെ ദുരൂഹതകൾ നിർത്തിയില്ല. അവൾ തുടർന്നു. നെർഗൽ സാമ്രാജ്യത്തിൽ മൊലോത്തിന് 12ാമതായി ഒരു പെൺകുഞ്ഞു ജനിക്കുന്നു. അവളെ മൊലോത്ത് ദിവ എന്ന നാമമൂതി വിളിക്കുന്നു. ദിവയ്ക്ക് മുമ്പുള്ള 11 പേരും ആൺവർഗങ്ങളാണ്. ദിവയുടെ 11 സഹോദരന്മാർ. ചട്ടപ്പടിയും നിയമവും അനുസരിച്ച് അടുത്ത കിരീടാവകാശി പെൺവർഗമാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കാലത്തെ മൊലോത്തിൻ്റെ കാത്തിരിപ്പായിരുന്നു ദിവ എന്ന ഞാൻ. സന്തോഷത്തോടെ ദിവ്യ എന്ന രാജകുമാരി അവിടെ വളരാൻ തുടങ്ങി. എന്നാൽ കുഞ്ഞു ദിവ മറ്റുള്ള സാത്താൻ പരമ്പരകളെ പോലെ ആയിരുന്നില്ല. അവളുടെ മനസ്സിൽ മെല്ലെ സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. നന്മയുടെ കണി ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദിവയ്ക്ക് പക്ഷെ നെർഗലിലെ അജണ്ടയും നിയമവും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഭൂമി എന്ന ഗ്രഹത്തോടും അവിടെയുള്ള ജീവജാലങ്ങളോടും നെർഗലിലെ സാത്താൻ പരമ്പര ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ കുഞ്ഞു ദിവയുടെ ഹൃദയം മുറിവേൽപ്പിച്ചു.
മനുഷ്യരെ സ്വകാര്യമൂതി നന്മകളിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു കൂട്ടം സാത്താൻ സമൂഹത്തെ കണ്ട് സ്വന്തം പരമ്പരയോട് അവൾക്ക് പുച്ഛം തോന്നി. എന്നാൽ മകളുടെ ഈ വിപരീത സ്വഭാവത്തെ മൊലോത്ത് മനസ്സിലാക്കുകയായിരുന്നു. ദിവ കുഞ്ഞായതുകൊണ്ടും അടുത്ത കിരീടാവകാശി ആയതുകൊണ്ടും മൊലോത്ത് അതൊക്കെ കണ്ണടച്ചു. വളർന്നു വരുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് മൊലോത്ത് പ്രത്യാശിച്ചു. പക്ഷേ അവരുടെ ഊഹങ്ങളും മറ്റും പാടെ തകരുകയായിരുന്നു. ദിവ വളർന്നു വരുംതോറും അവളുടെ ഉള്ളിലെ നന്മയും വളരുകയായിരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ദിവ അമ്മയോട് പലകുറി വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടു. ഭൂമിയിൽ കാണിച്ചു കൂട്ടുന്ന ഈ കണ്ണിൽ ചോരയില്ലായ്മയെ നിർത്തണമെന്ന് അവൾ യാചിച്ചു. ദിവ, മൊലോത്ത് അലറി, നിന്റെ കുറുമ്പുകളെക്കുറിച്ച് കൂടുന്നുണ്ട്. ഈ നെർഗലിൽ ചില ചിട്ടകളും നിയമങ്ങളുമൊക്കെയുണ്ട്. അതനുസരിച്ച് കഴിയലാണ് നമ്മുടെയൊക്കെ ജോലി. നീ അതിനെ തിരുത്താൻ നിൽക്കണ്ട. ഈ ഭൂഖണ്ഡത്തെ അടുത്ത മഹാറാണിയായ നീ ഇത്തരത്തിൽ ഇനിമേലിൽ സംസാരിക്കാനോ ചിന്തിക്കാനോ പാടില്ല. കേട്ടല്ലോ? തല താഴ്ത്തി ദിവ മൂളി. ഇക്കാര്യം നിന്റെ സഹോദരന്മാർ അറിയണ്ട. അറിഞ്ഞാൽ നിനക്ക് തന്നെയാണ് ഭവിഷ്യത്ത്. നിന്റെ കിരീടധാരണ ചടങ്ങിനുള്ള നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ മേലിൽ നീ സംസാരിക്കരുത്. ദിവയ്ക്ക് താക്കീത് നൽകി മൊലോത്ത് തൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി അകന്നു. പക്ഷെ ദിവ പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു. അവളുടെ മനസ്സ് വീണ്ടും വീണ്ടും അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അങ്ങനെ ഇരിക്കെയാണ് അന്ന് ആ സത്യം അവൾ മനസ്സിലാക്കിയത്. നെർഗലിൻ്റെ കിഴക്ക് ഭാഗം അങ്ങ് ദൂരെയായി ഒരു സാമ്രാജ്യമുണ്ട്. ആ സാമ്രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നത് സൂക്ക എന്ന നാമമുള്ള ഒരു മുത്തശ്ശിയായിരുന്നു. അവിടം പക്ഷേ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. എന്താണ് അവിടെ നടക്കുന്നത് എന്നറിഞ്ഞാൽ ചിലപ്പോൾ ഭൂമിയിലെ ഈ ക്രൂരതകൾക്ക് അറുതി വരുമെന്ന് അവൾ ഊഹിച്ചു. ഒരു നാൾ ആരും അറിയാതെ അതിവിദഗ്ധമായി ദിവ ആ സാമ്രാജ്യത്തിൽ കയറിക്കൂടി. സൂക്ക മുത്തശ്ശിയെ പാട്ടിലാക്കി അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. അടുത്ത കിരീടാവകാശിയായതുകൊണ്ട് ദിവയോട് സൂക്ക മുത്തശ്ശി എല്ലാം വെളിപ്പെടുത്തുകയായിരുന്നു. രാജകുമാരി, ഈ നെർഗൽ ഭൂഖണ്ഡത്തിൽ തിന്മകൾ മാത്രമാണ് അജണ്ടയെങ്കിൽ ഭൂമിയിൽ 2 തരം അജണ്ടകളുണ്ട്. ഒന്ന് നന്മയും മറ്റൊന്ന് തിന്മയും. ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരു മാലാഖയും നരകത്തിൽ നിന്നും ഒരു സാത്താനും ആ മനുഷ്യനിലേക്ക് അടുക്കുകയായി. തുടർന്നുള്ള ആ മനുഷ്യൻ്റെ വളർച്ചയിൽ നന്മയും തിന്മയും പരസ്പരം പോരടിക്കുന്നു. പക്ഷെ ജയം എന്നും തിന്മയ്ക്കായിരിക്കും. മനുഷ്യരെ കഴിവതും തിന്മയിലേക്ക് തിരിച്ചുവിട്ട് ഭൂമുഖം നശിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ 1000-ൽ 10 പേരെ ഒരു തരത്തിലും സാത്താനെ പിടികൂടാൻ സാധിക്കില്ല. അവർ നന്മകൾക്ക് അടിമപ്പെടുന്നതുകൊണ്ട് തിന്മകൾ താറുമാറാവുകയാണ്. എന്നാലും ഭൂരിഭാഗം മനുഷ്യരും തിന്മയെ ആയിരിക്കും ആശ്രയിക്കുന്നത്. നെർഗലിലെ ഈ സാമ്രാജ്യത്തിലൂടെ ആയിരിക്കും ഓരോ സാത്താനും ഭൂമിയിലേക്ക് അവതരിക്കുക. അവരെ മനുഷ്യരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ഈ സാമ്രാജ്യത്തിലെ എല്ലാ ചുമതലകളും രാജകുമാരിയുടെ അമ്മയ്ക്കാണ്. കിരീടധാരണത്തിന് ശേഷം ആ ചുമതലകളൊക്കെ രാജകുമാരിയിലേക്ക് വന്നു ചേരും. സൂക്ക മുത്തശ്ശി പറഞ്ഞു. എന്നെ അതൊന്ന് കാണിക്കാമോ? ദിവ ചോദിച്ചു. കുമാരി, അത് സൂക്ക മുത്തശ്ശി അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ഭയപ്പെടേണ്ട, എനിക്കിതൊന്ന് കണ്ടാൽ മാത്രം മതി. ഇതൊക്കെ എങ്ങനെയായിരിക്കുമെന്നറിയാനുള്ള ആശ കൊണ്ടാണ്. ദിവ കേണു. അയ്യോ കുമാരി, അതുകൊണ്ടല്ല. കുമാരി എന്നോട് കേഴരുത്. മഹാറാണിക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. സൂക്ക മുത്തശ്ശി അല്പമൊന്ന് ആലോചിച്ചു. ശരി, ഈ ഒരു തവണത്തേക്ക് ഞാൻ കുമാരിക്ക് അതൊന്ന് കാണിച്ചു തരാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. കവാടത്തിനകത്തേക്ക് കുമാരിക്ക് പ്രവേശനമില്ല. പുറത്തുനിന്നും എല്ലാം കുമാരിക്ക് കാണാം. മതി, അത് മതി. എനിക്കതൊന്ന് കണ്ടാൽ മതി, ദിവ പറഞ്ഞു. ശരി, എൻ്റെ കൂടെ വരൂ. സൂക്ക മുത്തശ്ശിയുടെ പിന്നാലെ ദിവയും ചലിച്ചു. ഒടുവിൽ അവർ എത്തിപ്പെട്ടത് വലിയൊരു കവാടത്തിന് മുന്നിലായിരുന്നു. ദിവ നോക്കി നിൽക്കെ കവാടത്തിന് മുന്നിലുള്ള തിളക്കമുള്ള സ്ഫടിക കൂജ സൂക്ക മുത്തശ്ശി ചലിപ്പിച്ചതും വലിയ ശബ്ദത്തോടെ അത് തുറക്കപ്പെട്ടു. കണ്ടോളൂ കുമാരി, സൂക്ക മുത്തശ്ശി ദിവയ്ക്ക് കവാടത്തിനകം ചൂണ്ടിക്കൊടുത്തു. ആശ്ചര്യത്തോടെ ദിവ അതിനകം നോക്കി നിൽക്കുകയായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമായിരുന്നു ദിവയ്ക്ക് ആദ്യം അനുഭവപ്പെട്ടത്. അത് താങ്ങാൻ കഴിയാതെ തൻ്റെ പുറം കൈകൊണ്ട് അവൾ കണ്ണുകൾ മറച്ചു. അല്പസമയശേഷം കണ്ണിന് മുന്നിൽ മറ പിടിച്ച കൈ മാറ്റി ദിവ അകത്തേക്ക് നോക്കി. നെർഗലിലെ അനേകായിരം പ്രജകളായിരുന്നു അതിനകത്തുണ്ടായത്. തന്നേക്കാൾ വിചിത്രമായ കോലങ്ങൾ അവൾ ഓർത്തു. അവർ എന്താണ് ചെയ്യുന്നതെന്ന് സസൂക്ഷ്മം ദിവ വീക്ഷിച്ചു. വലിയൊരു ഗർത്തത്തിന് ചുറ്റും വൃത്താകൃതിയിൽ നിരന്നു നിൽക്കുകയാണവർ. ഗർത്തത്തിനടുത്ത് നിൽക്കുന്ന ആദ്യത്തെ രൂപത്തിന് പിന്നിൽ മറ്റൊരു രൂപം, അതിന് പിന്നിൽ മറ്റൊന്ന്, അതിന് പിന്നിൽ വേറൊന്ന്, അങ്ങനെ അനേകം നീണ്ട നിരകൾ.
സൂക്ക മുത്തശ്ശി വിശദീകരിച്ചു. ദാ ആ സത്വത്തെ കുമാരി കണ്ടോ? സൂക്ക മുത്തശ്ശി ചൂണ്ടിയിടത്തേക്ക് ദിവ നോക്കി. ഭീമാകാരമായ മറ്റൊരു സത്വം തൻ്റെ പ്രജകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് സംശയത്തോടെ ദിവ വീക്ഷിച്ചു. ഇതാണ് സാമേൽ എന്ന സത്വം. ഈ കാണുന്നവർ മുഴുവൻ സാമേലിൻ്റെ കുലത്തിലുള്ളതാണ്. ഭൂമിയിൽ ലോകം അവസാനിക്കുന്നതുവരെ ഒരു മനുഷ്യന് ഒരു സാത്താൻ എന്ന കണക്കിൽ സാമേൽ ഓരോരുത്തരെയായി ഭൂമിയിലേക്ക് അയക്കും. സൂക്ക മുത്തശ്ശി പറഞ്ഞു തീർന്നതും ദിവ സാമേലിനെയും ആ കുലത്തെയും ശ്രദ്ധിച്ചു. സാമേലിൻ്റെ വലിയ ശബ്ദത്തോടെയുള്ള നിർദ്ദേശമനുസരിച്ച് അവ ഓരോരുത്തരായി അഗാധമായ ആ ഗർത്തത്തിലേക്ക് സ്വയം എടുത്തു ചാടുന്ന ഭീമാകാരമായ കാഴ്ചയായിരുന്നു അത്. സൂക്ക മുത്തശ്ശി തുടർന്നു. ഈ ഗർത്തത്തിൽ ചാടുന്നതോടെ അവർ എത്തിപ്പെടുന്നത് ഭൂമിയിലേക്കാണ്. ആർക്കൊക്കെ സാത്താൻ സേവ ചെയ്യണമെന്ന നിർദ്ദേശമാണ് സാമേൽ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ അവസാനം വരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മനുഷ്യർ മരിച്ചു പോകുന്ന മുറയ്ക്ക് ഇവിടെ നിന്നും കൽപ്പിച്ചു വിടുന്ന സാത്താൻ തിരികെ ഇവിടെ തന്നെ എത്തും. വരിയുടെ അവസാനം ആ സാത്താൻ വന്നു ചേരും. തൻ്റെ അവസരമാകുമ്പോൾ പുതിയ മനുഷ്യരെ തേടി ഗർത്തത്തിലേക്ക് അവർ യാത്രയാകും. ഒരു ചക്രം എന്ന പോലെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. സാമേൽ അവൻ്റെ നിർദ്ദേശവും മറ്റും നിർത്തുകയുമില്ല. അതെന്താ അവിടെ തിളങ്ങുന്നത്? വലിയൊരു വജ്രക്കല്ല് ചൂണ്ടി ദിവ ചോദിച്ചു. ആ കല്ലിന് പ്രകാശപൂരിതമായ നീലവർണ്ണമായിരുന്നു. ഓ അതോ, അതാണ് സാമേലിൻ്റെ ശക്തി. ആ വജ്രക്കല്ല് തകർന്നാൽ ഈ പ്രക്രിയ സാമേൽ നിർത്തും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാമേലിന് കാഴ്ചയില്ല. അർത്ഥത്തോടെ ദിവ തലകുലുക്കി. കുമാരി ഇതാരോടും പറയരുത്, സുഖ മുത്തശ്ശി ദിവ്യയോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. ഇല്ല, ഞാനിതൊന്നും ആരോടും പറയില്ല. സുഖ മുത്തശ്ശിക്ക് വാക്കുകൊടുത്ത് ദിവ തൻ്റെ സാമ്രാജ്യത്തിലേക്ക് യാത്രയായി. തിരികെ കൊട്ടാരത്തിലെത്തിയിട്ടും ദിവ്യയുടെ മനസ്സ് മുഴുവൻ സൂഖ മുത്തശ്ശിയിലും സാമേലിലും പിന്നെ ആ വജ്രത്തിലുമായിരുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്യണം, ദിവ തീർച്ചപ്പെടുത്തി. അങ്ങനെയിരിക്കെ കിരീടധാരണത്തിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ദിവ ആരും കാണാതെ നെർഗലിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള സാമ്രാജ്യം ലക്ഷ്യം വെച്ചു. സൂഖ മുത്തശ്ശി അറിയാതെ സ്ഫടികപാത്രം ചലിപ്പിച്ച് ആ വലിയ കവാടം തുറന്ന് അതീവ ജാഗ്രത പുലർത്തി ദിവ അകത്തേക്ക് പ്രവേശിച്ചു. കാഴ്ചയില്ലാത്ത സാമേൽ അറിയാതെ സമർത്ഥമായി ആ വലിയ വജ്രം കൈക്കലാക്കി ദിവ എറിഞ്ഞുടച്ചു. കുമാരി, പ്രതീക്ഷിക്കാതെയായിരുന്നു പിന്നിൽ നിന്നും സൂഖ മുത്തശ്ശിയുടെ അലർച്ച. വജ്രം നശിപ്പിച്ചതോടെ സാമേൽ തൻ്റെ നിർദ്ദേശം നിർത്തി. അതോടെ സാമേലിൻ്റെ കുലത്തിലുള്ള മറ്റു സത്വങ്ങൾ അനക്കമില്ലാതെ നിന്നു. കുമാരി എന്തായി ചെയ്തത്? സൂഖ മുത്തശ്ശി ദിവ്യയെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് ഇറക്കി. ഇതെങ്ങാനും മഹാറാണി അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് കുമാരി ആലോചിച്ചോ? എന്തിനാ കുമാരി ഇത് ചെയ്തത്? എന്തിനായിരുന്നു എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? പരിഭ്രാന്തിയോടെ സൂഖ മുത്തശ്ശി ചോദിച്ചു. ഇതൊക്കെ ക്രൂരമാണ് മുത്തശ്ശി, ഇതൊന്നും ന്യായമല്ല, ദിവ പറഞ്ഞു. കുമാരി, ഇവിടെ നീതിയും ന്യായവും ഒന്നുമില്ല. കള്ളങ്ങളും ചതികളും മാത്രമേ ഉള്ളൂ. ഇത് നരകമാണ് കുമാരി, അല്ലാതെ സ്വർഗമല്ല. ഏതാനും നാൾ കഴിഞ്ഞാൽ കുമാരിയാണ് ഇവിടം ഭരിക്കേണ്ടത്. അങ്ങനെയുള്ള കുമാരി ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും അരുത്. ഇല്ല മുത്തശ്ശി, ഇതിനോടൊക്കെ യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല, ദിവ പറഞ്ഞു. കുമാരി ഇത്തരത്തിലാണെന്ന് അറിഞ്ഞിരുന്നേൽ ഞാൻ ഇത് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്, സൂഖ മുത്തശ്ശി ആധിയോടെ പറഞ്ഞു. അല്പസമയം കടന്നതും വലിയൊരു പ്രകമ്പനത്തോടെ അവിടെ ഒരു ശബ്ദം മുഴങ്ങി. ദിവ, നീ നിയമം ലംഘിച്ചിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കുക തന്നെ വേണം. ആ ശബ്ദം സാക്ഷാൽ സാത്താൻ്റെ അരുളപ്പാടായിരുന്നു. ശബ്ദത്തിൻ്റെ കാഠിന്യത്താൽ നെർഗൽ ഭൂഖണ്ഡം മൊത്തം ഒന്ന് കുലുങ്ങി. കുമാരി, പതർച്ചയോടെ സൂഖ മുത്തശ്ശി വിളിച്ചു. ദിവ, നീ എന്തായി ചെയ്തത്? അലർച്ചയോടെ മോലോത്തിൻ്റെ ആഗമനം. ഇനി എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന കാര്യത്തെക്കുറിച്ച് വല്ല ധാരണയുമുണ്ടോ നിനക്ക്? സാത്താൻ്റെ കൽപ്പന വന്നിരിക്കുന്നു. വധശിക്ഷയിൽ കുറഞ്ഞത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അമ്മ, ദിവ എന്തോ പറയാൻ ശ്രമിച്ചു. സാത്താൻ്റെ സന്നദ്ധിയിൽ നിന്നും പടയാളികൾ പുറപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു മാർഗമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ ഗർത്തത്തിലേക്ക് നീ എടുത്ത് ചാടുക. അതേ നിവൃത്തിയുള്ളൂ. ദിവ ആദ്യം മടിച്ചു നിന്നു. ദിവ, പറയുന്നതനുസരിക്ക്. മിഴിച്ചു നിൽക്കാതെ ഗർത്തത്തിലേക്ക് ചാട് ദിവ. അമ്മ, ദിവ മടിച്ചു നിന്നതും മോലോത്ത് ദിവയുടെ കയ്യിൽ പിടുത്തമിട്ട് ഗർത്തത്തിലേക്ക് അടുപ്പിച്ചു. ഇവിടെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. എത്രയും പെട്ടെന്ന് നീ പോകണം. ഞാൻ വിളിക്കുമ്പോഴല്ലാതെ നീ തിരികെ വരരുത്. അത്രയും പറഞ്ഞ് സൂഖ മുത്തശ്ശി നോക്കി നിൽക്കെ പ്രത്യേകതരം കവചത്തിൽ മോലോത്ത് തൻ്റെ മകളെ പൊതിഞ്ഞു. ശേഷം അഗാധമായ ഗർത്തത്തിലേക്ക് ദിവയെ തള്ളിയിട്ടു.
അപ്പോഴേക്കും സാത്താൻ്റെ പടയാളികൾ അവിടെ എത്തിയിരുന്നു. ദിവയെ കണ്ടെത്താനാവാതെ അവർ മൊലോത്തിനെയും സൂകാ മുത്തശ്ശിയെയും ബന്ധിച്ചു കൊണ്ടുപോയി. ഗർത്തത്തിൽ അമ്മ തള്ളിവിട്ട ദിവ എത്തിപ്പെട്ടത് ഇവിടെയാണ്, ഈ അമ്മിണിക്കടവിൽ. അത്രയും പറഞ്ഞ് അവൾ നിർത്തി. എല്ലാം കേട്ടിരുന്ന പീറ്റർ വല്ലാത്തൊരവസ്ഥയിൽ തരിച്ചിരിക്കുകയാണ്. അല്പനേരം ഇരുവർക്കുമിടയിൽ മൗനം കൂടുകൂട്ടി. മൗനത്തെ ഭേദിച്ചുകൊണ്ട് ദിവ തുടർന്നു. ഇനിയുമുണ്ട് പീറ്റർ എനിക്ക് പറയാൻ. നീയും അമ്മച്ചിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന രാഘവേട്ടനെ കൊന്നത് എൻ്റെ അമ്മ മൊലോത്താണ്. ദിവ! ഞെട്ടലോടെ അവൻ ചാടി എഴുന്നേറ്റു. അതെ പീറ്റർ, ഉള്ളിൻ്റെ ഉള്ളിൽ അല്പം നന്മയുണ്ടെങ്കിലും ഇടയ്ക്കെവിടെയോ സാത്താൻ്റെ സ്വഭാവം എന്നിൽ ഉടലെടുക്കും. അങ്ങനെ ഉടലെടുക്കുമ്പോൾ ഞാൻ തീർത്തും അസുരയായി മാറും. അതുകൊണ്ടാണ് അന്ന് നിന്നോട് നുണയെ പിന്തുണച്ച് ഞാൻ ബാധിച്ചത്. അതുകൂടാതെ മറ്റൊന്നുകൂടി സംഭവിച്ചു. എന്ത്? പീറ്റർ നെറ്റി ചുളിച്ചു. രാഘവേട്ടനെ കൂടാതെ ഈ കടവിൽ മറ്റൊരാളും കൂടി കൊല്ലപ്പെടുകയുണ്ടായി. അയാൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. ഇവിടെ എത്തിപ്പെട്ട നിമിഷം തീർത്തും ഞാനൊരു അസുരയായിരുന്നു. എനിക്ക് മുന്നിൽ പെട്ടുപോയ അയാളെ ഞാൻ മൃഗീയമായി കൊന്നു പുഴയിലെറിഞ്ഞു. കർത്താവേ! പീറ്റർ നെഞ്ചിൽ കൈവച്ചു. ദിവ തുടർന്നു. നിന്നെ പരിചയപ്പെട്ട് നിന്നോടൊത്ത് ചിലവഴിക്കുന്ന നേരവും എനിക്ക് അമ്മയുടെ സന്ദേശമുണ്ടായിരുന്നു. തിരികെ വരണമെന്നും നെർഗലിലെ കാര്യങ്ങളൊക്കെ പഴയപടി ആയെന്നുമായിരുന്നു ആ സന്ദേശങ്ങൾ. നെർഗലിലെ മഹാറാണിയായ അമ്മയുടെ ശുപാർശ സാത്താൻ ഒരു തവണത്തേക്ക് തള്ളിക്കളഞ്ഞില്ല. പക്ഷെ തിരികെ പോകാൻ ഞാൻ മടി കാണിച്ചിരിക്കുന്നതിൻ്റെ ഫലമായി അമ്മ ഇവിടേക്ക് നേരിൽ വരികയായിരുന്നു. തുടർന്നുള്ള സംഭവം ദിവ അവന് വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞ പീറ്ററിൻ്റെ മിഴിനീര് താഴേക്ക് ചാലിട്ടു. എന്ത് പറയണമെന്ന് അവനറിയില്ല. അതിനവന് സാധിക്കുന്നില്ല. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ അവൻ അനുഭവപ്പെട്ടു. നിന്നോടൊത്ത് ചെലവഴിച്ചപ്പോൾ എന്നിലെ അസുര സ്വഭാവം പാടെ മാറുകയായിരുന്നു പീറ്റർ. നിന്റെ ഉള്ളിലെ നന്മകൾ എന്നിലെ എന്നെ മാറ്റുകയായിരുന്നു. ദിവയുടെ ശബ്ദമിടറി, മിഴികൾ തുളുമ്പി. ദിവ! പതർച്ചയോടെ അവൻ വിളിച്ചു. എനിക്ക് പോകണം പീറ്റർ. അറിഞ്ഞോ അറിയാതെയോ രാഘവേട്ടൻ്റെ മരണത്തിന് ഞാനാണ് കാരണക്കാരി. ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ജഡങ്ങൾ കുമിഞ്ഞുകൂടും. എൻ്റെ സഹോദരന്മാർ ഇവിടേക്കെത്തിയാൽ ഭൂമിയെ അവർ താറുമാറാക്കും. നിന്നെപ്പോലും അവർ വെറുതെ വിടുകയില്ല. എനിക്കത് കാണാൻ കഴിയില്ല. ഇനിയും അധികം നാൾ എനിക്കിവിടെ കഴിയാൻ സാധിക്കില്ല പീറ്റർ. അതിനു മുന്നേ എനിക്ക് തിരികെ പോകണം. നെർഗൽ സാമ്രാജ്യത്തിലേക്ക് എനിക്ക് തിരികെ എത്തണം. ഡാ പീറ്റർ, ഇതെന്നാ ഉറക്കമാടാ? എഴുന്നേൽക്കുന്നില്ലേ? കിച്ചണിൽ നിന്നും ക്ലാര വിളിച്ചു ചോദിച്ചു. അമ്മയുടെ ശബ്ദം കാതിൽ തുളഞ്ഞു കയറിയ പീറ്റർ ഉറക്കത്തിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു. ഞാനിതെപ്പോഴാണ് ഫ്ലാറ്റിലെത്തിയത്? പീറ്റർ തല പുകയാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ സ്വപ്നമായിരുന്നോ? ദിവ നരകത്തിലെ രാജകുമാരിയാണെന്നും തിരിച്ചു പോകാൻ സമയമായി എന്നൊക്കെ പറഞ്ഞത് വെറും തോന്നലായിരുന്നോ? അവൻ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അല്ല, അതൊന്നും തോന്നലല്ല. എല്ലാം യാഥാർത്ഥ്യം തന്നെയായിരുന്നു. എല്ലാ സത്യങ്ങളും പറഞ്ഞ ശേഷം ദിവ എന്നെ ഇവിടെ മയക്കി കൊണ്ടുവന്നു, അവൻ ഉറപ്പിച്ചു. പക്ഷെ അമ്മ എങ്ങനെ ഇവിടെ? കർത്താവെ, ആലോചിച്ചിട്ട് എന്നെ തല പെരുക്കുന്നു. ഡാ, നീ എഴുന്നേറ്റോ? ക്ലാര ഒരിക്കൽ കൂടി വിളിച്ചു ചോദിച്ചു. അമ്മ, ഞാൻ എഴുന്നേറ്റു. ഈർഷ്യത്തോടെ അമ്മയോട് വിളിച്ചു പറഞ്ഞ് പീറ്റർ പ്രഭാതകർമ്മങ്ങളിലേക്ക് തിരിഞ്ഞു. പതിവിലും വിപരീതമായിരുന്നു പീറ്ററിൻ്റെ പിന്നീടുള്ള അവസ്ഥ. സ്റ്റുഡിയോയിൽ ചലിക്കാതെ അവൻ്റെ കാലുകൾ കടവിലേക്ക് ലക്ഷ്യം വെച്ചു. ദിവാ! എവിടേക്കോ തല തിരിച്ച് അവൻ അലറി വിളിച്ചു. ദിവാ, നീ എവിടെയാണ്? മരങ്ങളിൽ തട്ടി അവൻ്റെ ശബ്ദം പ്രതിധ്വനിച്ചു. ദിവാ! സർവശക്തിയും എടുത്ത് അവൻ നീട്ടി അലറി. ഇല്ല, ദിവയുടെ മറുപടിയില്ല. ദിവാ! മുട്ടുകുത്തി അവൻ വിതുമ്പുകയായിരുന്നു. അവന് മറുപടിയായി പ്രകൃതിയുടെ കളകളം മാത്രം. പിന്നെയും നാളുകൾ ഓരോന്നായി അടർന്നു കൊഴിഞ്ഞു. ഇക്കാലം അത്രയും ദിവയുടെ സാമീപ്യമില്ലാതെ പീറ്റർ വീർപ്പ് മുട്ടുകയായിരുന്നു. അവനോട് തന്നെ മടുപ്പ് പോലെ. അത്രയേറെ അവൻ അവളെ ഗാഢമായി പ്രണയിക്കുകയായിരുന്നു. ഒരു ദിവസം രാത്രി കടവിൽ വന്നവൻ തനിച്ചിരിക്കുകയായിരുന്നു. മനസ്സിൽ ദിവ മാത്രം. ഗിറ്റാറിൽ ഈണമിട്ട് ദിവയെക്കുറിച്ചോർത്ത് 2 വരി ആലപിക്കാൻ അവൻ മറന്നില്ല. അല്പനേരം കഴിഞ്ഞതും അവൻ ആലാപനം നിർത്തി. ദിവ, എന്തിനു നീ എന്നെ മറക്കാനാവാത്ത വിധം സ്നേഹിച്ചു? ചില നേരം അസുര സ്വഭാവം വരുന്ന നിനക്ക് എന്നെയും അങ്ങ് കൊന്നുകൂടായിരുന്നോ? എനിക്ക് നീയില്ലാതെ പറ്റില്ല ദിവ, എങ്ങോട്ടെന്നില്ലാതെ പറഞ്ഞവൻ പൊട്ടിക്കരഞ്ഞു. ഏറെ നേരം ആ കരച്ചിൽ തുടർന്നു. പീറ്റർ! പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നും ദിവയുടെ ശബ്ദം അവൻ കേട്ടത്. ദിവ! കണ്ണീര് തുടച്ചവൻ വിളിച്ചു. അവൾ അവനെ ഇറുകെ പുണർന്നു. ദിവ! അവളുടെ കണ്ണിലും കവിളിലും ചുണ്ടിലുമൊക്കെ അവൻ തുരുതുരെ ചുംബനം കൊണ്ട് പൊതിഞ്ഞു. എന്നെ വിട്ടു പോകല്ലേ ദിവ, അവൻ യാചിച്ചു. അതിനവൾക്ക് മറുപടിയില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ കടവിൻ്റെ മറ്റൊരു ഭാഗത്ത് പൊട്ടിത്തെറി ഉത്ഭവപ്പെട്ടത്.
ഞെട്ടലോടെ ദിവ അവിടേക്ക് നോക്കി. പീറ്ററും ഒന്ന് നടുങ്ങി. എന്താ അവിടെ? കാര്യമറിയാതെ അവൻ ചോദിച്ചു. വീണ്ടും കാതടുപ്പിക്കുന്ന വലിയ ശബ്ദം. ആകാശം പോലും ഭയന്ന് വിറച്ചു. ഇടിമിന്നലിൻ്റെ അട്ടഹാസം ഭൂമിയാകെ ഭീതി പടർത്തി. ആളുകൾ കൂട്ടമായി പുറത്തേക്കിറങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവർ പരിഭ്രാന്തരായി. അവർ എത്തി പീറ്റർ, എൻ്റെ 11 സഹോദരന്മാർ. ദിവ അത് പറഞ്ഞതും ശക്തമായ കാറ്റ് അവിടെ ഉത്ഭവപ്പെട്ടു. പീറ്ററും ഭയത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. നമ്മൾ എന്തു ചെയ്യും ദിവ? അവന് ചോദിച്ചു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല പീറ്റർ. അവൾ പറഞ്ഞു തീർന്നതും ഭീമാകാരമായ 2 സത്വങ്ങൾ കടവിലെത്തിയിരുന്നു. ദിവ, വരൂ പോകാം, ഒരു സത്വം വിളിച്ചു പറഞ്ഞു. ഇല്ല, ഞാൻ വരില്ല, അവൾ ശാഠ്യം പിടിച്ചു. ദിവ, നീ ശാഠ്യം പിടിക്കരുത്. നീ വരുന്നില്ലെങ്കിൽ ഈ ഭൂമിയാകെ ഞങ്ങൾ നശിപ്പിച്ചു കളയും. ബാക്കിയുള്ള നിന്റെ 9 സഹോദരന്മാർ ഭൂമിയിലെ പല ഭാഗത്തായി എൻ്റെ ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുകയാണ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ സർവനാശമായിരിക്കും ഭൂമി മുഴുവൻ. അത് വേണോ ദിവ? എൻ്റെ കൂടെ വരൂ. എന്തിനെന്നെ പിന്തുടരുന്നു? എന്നെ ഉപേക്ഷിച്ചുകൂടെ നിങ്ങൾക്ക്? ദിവ കേണു. നെർഗലിലെ അടുത്ത മഹാറാണിയാണ് നീ. നിന്നെ ഉപേക്ഷിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ദിവ പറയുന്ന അനുസരിക്ക് നീ ഞങ്ങൾക്കൊപ്പം വരണം. ഇല്ല, ഞാൻ വരില്ല. ദിവ! സത്വം അലറിയതും വീണ്ടും അവിടെ പൊട്ടിത്തെറി ഉത്ഭവപ്പെട്ടു. കൊണ്ടുപോകരുത്, ദിവയെ കൊണ്ടുപോകരുത്, തൊഴുകയോടെ പീറ്റർ യാചിച്ചു. നീ വന്നില്ലെങ്കിൽ ഈ മനുഷ്യനെയും ക്രൂരമായി ഞങ്ങൾ കൊല്ലും. സത്വം അവൾക്ക് താക്കീത് കൊടുത്തതും അവൾ ഒന്ന് നടുങ്ങി. പതിയെ ദിവ അവനിൽ നിന്നും അകന്നു. ദിവ, പോകരുത് ദിവ, പീറ്റർ അവളെ വിളിച്ചു. പീറ്റർ, ഞാൻ പോയില്ലെങ്കിൽ നീ ഉൾപ്പെടെ എല്ലാം സർവനാശമായിരിക്കും ഫലം, അവൾ ശബ്ദമിടറി പറഞ്ഞു. ദിവ, പ്ലീസ് ദിവ. വിറയാർന്ന ശബ്ദത്തോടെ പീറ്റർ അവളെ വിളിച്ചതും ദിവ അവനെ ഒരിക്കൽ കൂടി പുണർന്ന് അവൻ്റെ കണ്ണിലും കവിളിലും ചുണ്ടിലുമൊക്കെ ചുംബനം കൊണ്ട് പൊതിഞ്ഞു. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പീറ്റർ. നിന്നോടൊപ്പം ഓരോ നിമിഷവും ഞാൻ ചിലവഴിക്കുമ്പോഴും എന്നിലെ അസുര സ്വഭാവം താനെ ഇല്ലാതാവുകയായിരുന്നു. പക്ഷേ ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. എനിക്ക് പോകണം. പീറ്ററിൻ്റെ അധരങ്ങളിൽ അവസാനമായി അവളൊന്ന് ചുംബിച്ചു. ദിവ, ഒരിക്കൽ കൂടി അവൻ പതറി വിളിച്ചതും അവനെ അനുഗ്രഹിക്കുന്നു എന്ന പോലെ ദിവ പീറ്ററിൻ്റെ മുടിയിഴകളിൽ ഒന്ന് തഴുകി. നന്ദിയുണ്ട് പീറ്റർ. ഒരുപാട് സംഗീതം എനിക്ക് നുകർന്നു തന്നതിൽ, എന്നെ സ്നേഹിച്ചതിൽ, ഗാഠമായി എന്നെ ചുംബിച്ചതിൽ, പുണർന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അത്രയും പറഞ്ഞ് ദിവ അവനിൽ നിന്നും അകന്നു. ദിവ, ദിവ, അവൻ വിളിച്ചു. ഒരിക്കൽ കൂടി അവളൊന്ന് അവനെ തിരിഞ്ഞു നോക്കി. മിഴികളിൽ നിന്നും കണ്ണീർ തുള്ളികൾ താഴേക്ക് ചാലിട്ടു. അല്പനേരം അവൾ പീറ്ററിനെ അങ്ങനെ നോക്കി നിന്നു. കണ്ണ് കാണാതെ അലമുറയിട്ട് കരയുന്ന പീറ്ററിനെ കണ്ട അവൾക്ക് തൻ്റെ കരൾ പൊടിയുന്ന നൊമ്പരമായിരുന്നു അനുഭവപ്പെട്ടത്. പക്ഷെ അവൾക്ക് സാധിക്കുന്നില്ല. ഇനിയും താൻ ഇവിടെ നിന്നാലുള്ള ഭവിഷ്യത്തോർത്ത് ദിവ തിരിഞ്ഞു നടന്നു. ദിവ, ദിവ, പോകരുത് ദിവ, പീറ്റർ വീണ്ടും വീണ്ടും യാചിച്ചു. അപ്പോഴേക്കും ദിവ തൻ്റെ സഹോദരൻ്റെ കൈകളിൽ പിടുത്തമിട്ടിരുന്നു. ദിവ, ദിവ, മുട്ടുകുത്തിയിരുന്ന് അവൻ പൊട്ടിക്കരഞ്ഞു. പക്ഷെ ആ കരച്ചിൽ കേൾക്കാൻ ദിവയ്ക്കായില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന വലിയൊരു പ്രകാശത്തോടെ എല്ലാം മാഞ്ഞുപോയി. ഭൂമി ശാന്തമായി. ദിവ പോയെന്ന് ഒരു വെള്ളിയുടെ എന്ന പോലെ അവൻ മനസ്സിലാക്കി. പതിയെ പീറ്റർ മോഹാലസ്യപ്പെട്ട് വീഴുകയായിരുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷം ടൗൺ ഹോസ്പിറ്റലിലെ റൂം. പീറ്റർ, പീറ്റർ, വേക്ക പീറ്റർ. ഡോക്ടർ പോൾ അവനെ ഉണർത്താൻ ശ്രമിച്ചു. അമ്മ ക്ലാരയും സ്റ്റുഡിയോയിലെ മാനേജർ കേശവും പിന്നെ ഏതാനും ചില സ്റ്റാഫുകളും അവന് ചുറ്റുമായി നിൽപ്പുണ്ടായിരുന്നു. പീറ്റർ പതിയെ തൻ്റെ മിഴികൾ തുറന്നു. വേദനയോടെ അവൻ കൈകൾ കൊണ്ട് കണ്ണ് പൊത്തി. പെട്ടെന്ന് കാണപ്പെട്ട പ്രകാശം അവൻ്റെ തലച്ചോറിന് ആദ്യം ഉൾക്കൊള്ളാനായില്ല. ഇറ്റ്സ് ഓക്കെ മാൻ, തനിക്കൊന്നും സംഭവിക്കില്ല, ഡോക്ടർ പറഞ്ഞു. ക്യാൻസർ മൂലം നഷ്ടപ്പെട്ട താങ്കളുടെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുകയാണ് പീറ്റർ. ഇറ്റ്സ് എ മിറാക്കിൾ. തലച്ചോറിലുള്ള തൻ്റെ ഞരമ്പുകളെല്ലാം തന്നെ ശരിയായിരിക്കുകയാണ്. മാത്രമല്ല, ക്യാൻസറിൻ്റെ ഒരു നേർത്ത കണികൾ പോലും തനിക്കില്ല. കംപ്ലീറ്റ്ലി യു ആർ ഓൾ റൈറ്റ് മാൻ. പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. ഡോക്ടർ നിർദ്ദേശിച്ചതും പീറ്റർ വീണ്ടും തൻ്റെ മിഴികൾ തുറന്നു. അതെ, തനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയെന്ന വലിയ സത്യം അവൻ മനസ്സിലാക്കുകയായിരുന്നു. അമ്മേ, ക്ലാരയെ നോക്കി പതർച്ചയോടെ അവൻ വിളിച്ചു. മോനെ, ക്ലാര മകനെടുത്ത് വന്നിരുന്നു. എനിക്ക് അമ്മയെ കാണാം, ഡോക്ടറെ കാണാം, എല്ലാവരെയും എനിക്ക് കാണാം അമ്മേ. സന്തോഷത്താൽ അവൻ്റെ മിഴികൾ നിറഞ്ഞു. പീറ്റർ, കഴിഞ്ഞ 4 ദിവസമായി അബോധാവസ്ഥയിലായിരുന്നു നിങ്ങൾ. അമ്മണിക്കടവിൽ ബോധമില്ലാതെ കിടന്ന താങ്കളെ ആരോഗ്യം ഇവിടെ കൊണ്ടുവരികയായിരുന്നു. ശരിക്കും എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഈ 4 ദിവസത്തിന് മുമ്പ് എന്തത്ഭുതമാണ് താങ്കളിൽ വന്നു ചേർന്നത്? ഡോക്ടർ ചോദിച്ചു. പീറ്റർ പതിയെ തൻ്റെ ഓർമ്മകളിലേക്ക് ചിറകടിച്ചു.
ദിവ അവസാനമായി തൻ്റെ മുടിയിഴകളിൽ തഴുകിയത് അപ്പോൾ അതായിരുന്നു. തഴുകലിലൂടെ ദിവ തന്നെ അനുഗ്രഹിക്കുകയായിരുന്നു. അതിലൂടെ തനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയായിരുന്നു. അവൻ ഉറപ്പിച്ചു. ഇല്ല ഡോക്ടർ, എനിക്കൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. പിന്നോക്കം ചിന്തിക്കും തോറും വിചിത്രമായ എന്തോ ഒരുതരം കറുത്ത പുക മൂടുന്ന പോലെ. ഡോക്ടറിൻ്റെ കണ്ണുകളിൽ നോക്കി സമർത്ഥമായി അവൻ നുണ പറഞ്ഞു. ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഓക്കെ, ടേക്ക് സം റെസ്റ്റ്. ഓർത്തെടുക്കാനാവാത്ത കാര്യങ്ങൾ താൻ ഓർക്കണ്ട. എന്തായാലും സംഭവിച്ചതൊക്കെ തൻ്റെ നല്ലതിന് തന്നെ ആയിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. എനിവേ, വെൽക്കം ടു യുവർ ന്യൂ വേൾഡ്. താങ്ക്സ് ഡോക്ടർ. പീറ്റർ മന്ദഹസിച്ചു. ഡോക്ടർ നടന്നകന്നു. അമ്മേ, ദിവ. ക്ലാരയോട് അവൻ പറയാൻ ശ്രമിച്ചതും ദിവയോ? അതാരാ? സംശയത്തോടെ ക്ലാര നെറ്റി ചുളിച്ചു. ദിവയെ അമ്മയ്ക്ക് അറിയില്ലേ? ഞെട്ടലോടെ അവൻ ചോദിച്ചു. ദിവയോ? അതാരാ മോനെ? അമ്മയ്ക്ക് അറിയില്ലല്ലോ അതാരാണെന്ന്. ഇനി വല്ല പ്രൊഡക്റ്റിൻ്റെ പേരോ മറ്റോ ആണോ ഇത്? ക്ലാര സംശയിച്ചു. ഷടാ, സാറിനറിയില്ലേ ദിവയെ? മാനേജർ കേശവനെ നോക്കി പീറ്റർ ചോദിച്ചു. ഇല്ലല്ലോ പീറ്റർ. ആട്ടെ, ആരായി ദിവ? കേശവും സംശയം പ്രകടിപ്പിച്ചു. ദിവയോട് പലകുറി പഞ്ചാര ഒലിപ്പിച്ചിട്ടുള്ള ആളാണ് മാനേജർ കേശവ് എന്ന കാര്യം ദിവ പറഞ്ഞ പീറ്ററിനറിയാം. എന്നിട്ടും അയാൾക്ക് പോലും അവളെ ഓർമ്മയില്ല. ഒരു പെണ്ണിനെ ഒരിക്കൽ കണ്ടാൽ പിന്നെ ജീവിതത്തിൽ ഒരു കാലത്തും മറക്കാത്തയാളാണ് കേശവ്. നിങ്ങൾക്കും ദിവയെ അറിയില്ലേ? സ്റ്റുഡിയോയിൽ നിന്നെത്തിയ മറ്റു സ്റ്റാഫുകളെ നോക്കിയും അവൻ ചോദ്യം ആവർത്തിച്ചു. ഏയ്, അതാരാ? വല്ല കഴിക്കുന്ന സാധനമാണോ അത്? അവരും തൻ്റെ അവസ്ഥ അവനെ അറിയിച്ചു. ഒടുവിൽ ഒരു ഉൾക്കിടലും എന്ന പോലെ പീറ്റർ ആ സത്യം മനസ്സിലാക്കുകയായിരുന്നു. തൻ്റെ ഓർമ്മയെ മാത്രം നിലനിർത്തി മറ്റുള്ളവരുടെ ഓർമ്മകളിൽ ദിവ്യ എന്ന അധ്യായം വകഞ്ഞു മാറ്റി അതുമാത്രമായി അവൾ പോയിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ആ ഓർമ്മകളെ തിരിച്ചെടുക്കാനായിരിക്കും കുറച്ചുനാൾ ദിവ്യയെ കാണാതായത്. അവൻ ഓർത്തെടുത്തു. തനിക്ക് മാത്രമേ ദിവ്യയെക്കുറിച്ച് അറിവുള്ളൂ. അതൊട്ട് ഇവർ വിശ്വസിക്കില്ല താനും. ദിവ, ഇതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. കാഴ്ചയില്ലാത്ത ഞാൻ ഒരിക്കൽ പോലും ദിവ്യയെ കണ്ടിട്ടില്ല. എന്നാൽ ദിവ്യയുടെ സൗന്ദര്യത്തെ നേരിൽ കണ്ട ഇവരുടെയൊക്കെ ഓർമ്മകൾ നീ കട്ടെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. നിന്റെ രൂപത്തെ ഇവരിലൂടെ കണ്ടെത്താമെന്ന എൻ്റെ അവസാനത്തെ തുമ്പും നീ തകർത്ത് തരിപ്പണമാക്കി. പീറ്റർ പരിതപിച്ചു. ഡൽഹിയിലുള്ള മഞ്ജുവിൻ്റെ അവസ്ഥയും മറിച്ചല്ലാത്തതിനാൽ ദിവ്യ എന്ന സത്യം അവൻ തൻ്റെ ഉള്ളിൽ തന്നെ നിലനിർത്തി. എന്നാലും ദിവ്യയുടെ തൻ്റെ ഓർമ്മകൾ അവൾ കൊണ്ടുപോകാത്തതിൽ മനസ്സുകൊണ്ട് അവളോട് അവൻ നന്ദി പറയുകയായിരുന്നു. നാളുകൾ ഓരോന്നായി കൊഴിഞ്ഞുപോയി. ഇക്കാലം അത്രയും രാഘവേട്ടൻ്റെ ഘാതകരെ പിടികിട്ടാതെ ജഗന്നാഥനും സംഘവും പരുക്കം പാച്ചിലിൽ തന്നെ. നാളുകൾ ഓരോന്നായി കൊഴിഞ്ഞുപോയി. ഇക്കാലമത്രയും രാഘവേട്ടൻ്റെ ഘാതകരെ പിടികിട്ടാതെ ജഗന്നാഥനും സംഘവും പരക്കം പാച്ചിലിൽ തന്നെ. ഒരു തുമ്പം കിട്ടാതെ പോലീസ് സംഘം വലഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പീറ്റർ രാഘവേട്ടൻ്റെ വീട്ടിലെത്തി. ദിവ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം എന്ന പോലെ ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അവൻ തീരുമാനിച്ചു. ഇന്നും ഗിറ്റാർ കയ്യിലേന്തി പീറ്റർ അമ്മിണിക്കടവിലെത്തും. ദിവയ്ക്ക് വേണ്ടി എന്നും അവൻ സംഗീതം ആലപിക്കും. മറ്റൊരു ലോകത്ത് തൻ്റെ ആലാപനം കേട്ട് ദിവ ലയിച്ചിരിക്കുന്നതായി അവൻ സങ്കല്പിക്കും. തൻ്റെ പ്രണയിനിയുടെ തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട് ഒരു നൊമ്പരം എന്ന പോലെ അവളുടെ ഓർമ്മകളായ വറുത്ത് ഇന്നും അവൻ ആ കടവിൽ നിന്ന് സംഗീതം ആലപിച്ചുകൊണ്ടേയിരിക്കുന്നു. ദിവ്യയുടെ തിരിച്ചുവരവിനായി നൊമ്പരത്തോടെ അവൻ കാത്തിരിക്കുന്നു. ദിവ്യയുടെ മാത്രം പീറ്റർ.